അല്ലേ? യേശുവിനെ എങ്ങനെ സ്വീകരിക്കാമെന്ന് ലോകത്തോട് പറഞ്ഞതും അമ്മയാണ്. ഉദരത്തിലും ഹൃദയത്തിലും ശരീരത്തിലും ആത്മാവിലും എവിടെയൊക്കെ യേശുവിനെ സ്വീകരിക്കാൻ പറ്റുന്നു അതെല്ലാം ക്രിസ്മസാണ്. യേശുവിനെ മാത്രമേ ലോകത്ത് മനുഷ്യനെ എവിടെയും സ്വീകരിക്കാൻ പറ്റത്തുള്ളൂ. ഉദരത്തിലും ഹൃദയത്തിലും ശരീരത്തിലുമൊക്കെ. അതല്ലേ ഉണ്ണീശോനെ കൈ കിട്ടുമ്പോൾ തന്നെ ശിമയോൻ എന്താ പറയണേ? ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രം ഒരുക്കിയിരിക്കുന്ന രക്ഷ എന്നാണ് പറയണത്. അല്ലേ? ശിമയോൻ ഉണ്ണീശോനെ കിട്ടുമ്പോൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞിട്ട് എന്താണ് ശിമയോൻ പറയണത്? ഇതാ സകല മനുഷ്യർക്ക് വേണ്ടിയുള്ള രക്ഷ എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള രക്ഷ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിരിക്കുന്നു. അപ്പം രക്ഷ എന്ന് പറയുന്നത് ആരാ? ഈശോയാ. അതാണ് ലൂക്കാ സുവിശേഷം എപ്പോഴും നമ്മൾ പറയുന്നതാണ്. 2-ാം അധ്യായം 30-ാമത്തെ വാക്യം. എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള രക്ഷ പറഞ്ഞേ. ഞാനെൻ്റെ കണ്ണുകൊണ്ട് കണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പം ഈ അമ്മ മാതാവ് എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള രക്ഷയാണ് ഉദരത്തിൽ സ്വീകരിച്ചത്. അമ്മ എങ്ങനെയാണ് സ്വീകരിച്ചത്? ആദ്യം അതിൻ്റെ യേശുവിനെ സ്വീകരിക്കുന്നതിൻ്റെ ഫസ്റ്റ് പ്രോസസ്സ് എന്താ? പരിശുദ്ധാത്മാവ് പറഞ്ഞത് യേശുവിനെ സ്വീകരിക്കുന്നതിനുള്ള ഫസ്റ്റ് പ്രോസസ്സ് പരിശുദ്ധാത്മാവ് എന്താ പറഞ്ഞത്? എങ്ങനെയാണ് അമ്മ ക്രിസ്മസ് ആയത്? എങ്ങനെയാണ് ക്രിസ്മസിൽ യേശുവിനെ സ്വീകരിച്ചത്? ലൂക്കാ 1:45 എലിസബത്തെ പരിശുദ്ധാത്മാവ് നിറഞ്ഞു പറഞ്ഞു, മേരി, കർത്താവ് നിന്നോട് അരുളി ചെയ്ത കാര്യങ്ങൾ പറഞ്ഞേ നിറവേറുമെന്ന് വിശ്വസിച്ച നീ ഭാഗ്യവതി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ അമ്മ എങ്ങനെയാണ് അനുഭവിച്ചത്? നിറവേറുമെന്ന് ഒന്ന് പ്രാർത്ഥിച്ച്, അമ്മേ പരിശുദ്ധമ്മേ, അമ്മയെപ്പോലെ വചനം, ദൈവവചനം നിറവേറുമെന്ന് വിശ്വസിക്കാനുള്ള ആഴപ്പെട്ട കൃപയാൽ എന്നെ അഭിഷേകം ചെയ്യണമേ. സ്തുതിയുടെ ഹല്ലേലൂയ. ശിമയോനാണ് കുറച്ചുകൂടി അത് വ്യക്തമാക്കിയത്. ശിമയോൻ പറഞ്ഞു, ജീസസിനെ എല്ലാ മനുഷ്യർക്കും സ്വീകരിക്കാൻ പറ്റുന്ന പരുവത്തിലാണ് ദൈവം വിഭാവന ചെയ്തിരിക്കുന്നത്. എല്ലാ മനുഷ്യർക്കും സ്വീകരിക്കാൻ പറ്റുന്ന രീതിയിൽ, എല്ലാ മനുഷ്യർക്കും സ്വീകരിക്കാൻ പറ്റുന്ന രൂപത്തിൽ ഈശോയെ എല്ലാ മനുഷ്യർക്കും സ്വീകരിക്കാൻ പറ്റുന്ന രൂപത്തിൻ്റെ പേരെന്താ? ശക്തി. പ്രൈസ് ദി ലോർഡ്. ശക്തിയാണെങ്കിൽ ക്രിസ്ത്യാനിക്കും അക്രൈസ്തവർക്കും എല്ലാം സ്വീകരിക്കാൻ പറ്റും, അല്ലേ? എല്ലാ മനുഷ്യർക്കും സ്വീകരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ് ദൈവം ഈശോയെ വിഭാവന ചെയ്തത്. അതുകൊണ്ടാണ് സെൻറ്റ് പോൾ പറയണത്, ജാതികളുടെ അപ്പോസ്തലൻ എന്താ പറയണത്? സെൻറ്റ് പോൾ അല്ലേ അക്രൈസ്തവരുടെ അപ്പോസ്തലൻ? സെൻറ്റ് പോൾ എന്താ പറയണത്? എല്ലാവർക്കും കർത്താവിനെ സ്വീകരിക്കാം. അത് കാരണം എന്താണ്? കർത്താവ് ശക്തിയാണെന്ന്. അത് 1 കൊറിന്ത്യൻസ് 1:24 എല്ലാവർക്കും സ്വീകരിക്കാൻ വേണ്ടിയാണ് ദൈവം ശക്തിയുടെ രൂപത്തിൽ യേശുവിനെ അയക്കണത്.
യേശുക്രിസ്തു ദൈവത്തിൻ്റെ ജ്ഞാനവും, എന്ന് പറഞ്ഞേ, ദൈവത്തിൻ്റെ ശക്തിയുമായ യേശുക്രിസ്തു. അതാണ് 1 കൊരിന്ത്യർ 1:24. ഒന്നുകൂടി പറഞ്ഞ്, ദൈവത്തിൻ്റെ ജ്ഞാനവും ദൈവത്തിൻ്റെ ശക്തിയുമായ ഈശോയെ എല്ലാ മനുഷ്യർക്കും ശരീരത്തിലും ആത്മാവിലും ജീവിത മണ്ഡലങ്ങളിലും ശക്തിയായി ക്രിസ്മസായി ഇന്ന് അനുഭവിക്കുവാൻ, ഇപ്പോഴനുഭവിക്കുവാൻ ഈ ആരാധനയെ അഭിഷേകം ചെയ്യണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഈശോനെ സ്വീകരിക്കുമ്പോൾ അമ്മയ്ക്ക് ഫണ്ടമെൻ്റലായിട്ട് ആ നോളജ് ഉണ്ടായിരുന്നു. എന്താണ്? ഈശോ രക്ഷകനാണെന്ന്. അതുകൊണ്ടാണ് എലിസബത്ത് പറയുമല്ലോ, എൻ്റെ കർത്താവിൻ്റെ അമ്മ എന്നെ കാണാൻ എനിക്കെങ്ങനെ യോഗ്യത എന്ന് പറയുമ്പോൾ അതിന് ഒരു സ്വസ്ത്രഗീതം കൊണ്ടാണ് അമ്മ മറുപടി പറയണത്. ആ സ്വസ്ത്രഗീതത്തിൽ അമ്മ പറയും, എൻ്റെ ഹൃദയം രക്ഷകനായ ദൈവത്തിൽ ആനന്ദം കൊള്ളുന്നു. ലുക്ക 1:47 അമ്മയ്ക്ക് അവസാനം വരെ ഈ ആശയങ്ങളുണ്ടായിരുന്നു, ഈ അനുഭവം. എന്താണ്? തൻ്റെ ഉദരത്തിൽ ഉരുവായ ആൾ രക്ഷകനായ ദൈവമാണെന്ന്. ആ വചനം ഒന്ന് പഠിച്ച് പ്രാർത്ഥിച്ച് ആവർത്തിച്ച് പറഞ്ഞ് നമുക്ക് ശക്തി ധരിക്കാം. എൻ്റെ ഹൃദയം അമ്മേ, പരിശുദ്ധ അമ്മേ, ഈ മരിയൻ ഉടമ്പടി ധ്യാനത്തിൽ പങ്കെടുക്കുന്ന ഓരോ മക്കൾക്കും, ലൈവിൽ പങ്കെടുക്കുന്ന ഓരോ നാടുകളിലുമുള്ള വീടുകളിലുമുള്ള എല്ലാ മക്കൾക്കും അമ്മയുടെ സന്തോഷം, അമ്മയുടെ ആത്മസന്തോഷം, രക്ഷകനായ ദൈവത്തിൽ അമ്മ ആനന്ദം കൊണ്ടതുപോലെ യേശുവിനെ സ്വീകരിച്ചുകൊണ്ട് ആനന്ദം കൊള്ളുവാൻ, രക്ഷയിൽ ആനന്ദം കൊള്ളുവാൻ എല്ലാവരെയും ഈ ലോകത്തും മുഴുവനും അഭിഷേകം ചെയ്യണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. 24 അനുസരിച്ച് കൊണ്ട് അത് ഏത് രൂപത്തിലും, ഇപ്പം കോശങ്ങൾക്ക് വരെ ക്രിസ്മസ് ഉണ്ടാവും, ശരീരത്തിൻ്റെ കോശങ്ങൾക്ക് വരെ ക്രിസ്മസ് ഉണ്ടാകും. എങ്ങനെ കാര്യം? ഈ ശക്തിക്ക് ഒരു ഡൗൺലോഡിങ് ടെൻഡൻസി ഉണ്ട്. ശക്തിയുടെ ഒരു പ്രത്യേകത എന്താണ്? വെള്ളം പോലെയാവും. എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ താഴുന്ന സ്ഥലത്തേക്ക് അത് ഒഴുകിപ്പോകും. പൗലോസ് പറഞ്ഞിട്ടുണ്ട് ക്രിസ്മസ് ഉണ്ടാകണത് എങ്ങനെയാണെന്ന്. ശക്തിക്കൊരു പ്രത്യേകതയുണ്ട്, നേച്ചർ, അതിൻ്റെ പ്രകൃതി എന്താ? ജീസസ് പവർ എപ്പോഴും ഇങ്ങനെ ഒരു ആവഹിക്കണ ടെൻഡൻസി ഉണ്ട് അതിനെ. അതല്ലേ നമ്മൾ രക്ഷപ്പെട്ടത്. സ്റ്റാറ്റിക്കായിട്ടിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേനം? ഈ ക്യാൻസറൊക്കെ എങ്ങനെ സുഖപ്പെടും? സ്റ്റാറ്റിക് പവർ ആണെങ്കിൽ, സ്ഥിരശക്തിയാണെങ്കിൽ, ശക്തിക്ക് കർത്താവിൻ്റെ ശക്തിക്ക് സഞ്ചാര പ്രവണത ഉള്ളത് കൊണ്ടല്ലേ നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ ഈ സഞ്ചരിച്ച് ഈ ശക്തി എത്തണത്. അങ്ങനെയല്ലേ ശരീരത്തിന് ക്രിസ്മസ് ഉണ്ടാകണത്. ഈ ശക്തിക്ക് അതല്ലേ പൗലോസ് പറയണത്, യേശുക്രിസ്തുവിൻ്റെ ശക്തി പറഞ്ഞ് എന്നിലേക്ക് ആവസിക്കാൻ വേണ്ടി ഞാൻ ബലഹീനത ഓർത്തുകൊണ്ട് പ്രശംസിക്കുമെന്ന്. 2 Corinthians 12:9 10 കുട്ടി വായിക്കേണ്ടതാണ്. യേശുക്രിസ്തുവിൻ്റെ ശക്തി പറഞ്ഞ് എന്നിലേക്ക് ആവസിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ ബലഹീനതയെ ഓർത്തുകൊണ്ട് സ്തുതിക്കും. അപ്പോൾ ഈ ബലഹീനതയിൽ നിന്നാണ് ക്രിസ്മസ് ഉണ്ടാകുന്നത്. ക്രിസ്മസ് ഉണ്ടാകണം എങ്ങനെ? രോഗമുണ്ട്, അപ്പോൾ നമ്മൾ ബലഹീനമാകും അല്ലേ? രോഗം ഉണ്ടാകുമ്പോൾ ബലഹീനമാകും. കടങ്ങൾ വരും, അപ്പോഴും നമ്മൾ ബലഹീനമാകും. കേസ് വരും, അപ്പോഴും നമ്മൾ ബലഹീനമാകും. ജീവിതത്തിൻ്റെ ഓരോ പരീക്ഷയ്ക്ക് തോക്കും, അപ്പോഴും നമ്മൾ ബലഹീനമാകും. മറ്റുള്ളവരെ നമ്മൾ കളിയാക്കും. നമ്മുടെ കൂടെ പഠിച്ച ആൾക്കാർ കയറിപ്പോവും, നമ്മളൊന്ന് കരക്ക് നിൽക്കും, അപ്പോൾ നമ്മൾ ബലഹീനമാകും. ഇങ്ങനെ ജീവിതത്തിൻ്റെ ഓരോ ബലഹീനം. ഒരു കാര്യം നിങ്ങൾ അറിയണം, നമ്മൾ ആരെല്ലാം നമുക്കുണ്ടായാലും
നമ്മൾ ഒറ്റയാണെന്ന് ആദ്യം തിരിച്ചറിഞ്ഞത് നമ്മുടെ ദൈവം തന്നെയാണ്. കർത്താവിൻ്റെ ഓരോ വാക്ക് കേൾക്കുമ്പോൾ നമ്മുടെ കണ്ണ് നിറഞ്ഞു പോകും. എന്താ കർത്താവ് ഇങ്ങനെ പറയണത്? ഞാൻ നിങ്ങളെ അനാഥരായി വിടത്തില്ല, ഞാൻ നിങ്ങളുടെ കൂടെ വരും, ഞാൻ നിനക്ക് മുമ്പേ എൻ്റെ ദൂതനെ അയക്കും. ദാറ്റ് മീൻസ് ബേസിക്കലി വി ആർ അലോൺ അല്ല എൻ്റെ അർത്ഥം. എന്തിനാ ആളെ കൂടെ വരുമ്പോൾ ആളെ കൂടെ വരുമെന്ന് എന്ന് പറയണത്? ഈ ക്രിസ്മസ് പോലും എന്താ? ഇമ്മാനുവൽ, ദൈവം നമ്മോട് കൂടെ കൈയടിച്ച് കർത്താവ് എന്ന് പറയണത് തന്നെയാണ് ഇമ്മാനുവൽ. ഞാൻ നിന്നെ അനാഥരായി ഒറ്റയ്ക്ക് വിടത്തില്ല. ഈ ഒറ്റക്കായി പോകുമ്പോൾ എപ്പോഴും ഓർക്കണേ, ഇങ്ങനെ ഒറ്റക്കായി പോകുന്ന ആദ്യം അറിഞ്ഞതാരാ? ദൈവം തന്നെയാണ്. അതുകൊണ്ടാണ് നമുക്ക് കൂട്ടിന് ദൈവം തന്നെ ഇറങ്ങി വന്നിരിക്കുന്നത്. അതിൻ്റെ പേരിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. അപ്പം അച്ഛൻ ആദ്യം പറഞ്ഞില്ലേ, ഈ ശക്തിക്ക് ഒരു ഡൗൺലോഡിങ് ടെൻഡൻസി ഉണ്ട്. ആവഹിക്കുന്ന ബലഹീനമായ സാഹചര്യങ്ങളിൽ അത് ആവഹിച്ചെത്തും അല്ലേ? ബലഹീനമായ സാഹചര്യങ്ങളിൽ അതിനെ സുനിശ്ചിതമാക്കുന്നതാണ് ഈ ഉടമ്പടി എന്ന് പറയുന്നത്. ബലഹീനമായ സാഹചര്യങ്ങളിലേക്ക് അത് ഇതിൻ്റെ ശരീരത്തിലേക്കാണ് ദൈവത്തിൻ്റെ ശക്തി എത്തണമെന്നുണ്ടെങ്കിൽ ആണത് ഹീലിംഗ് ആയിട്ട് മാറും. അതാണ് കോശങ്ങളുടെ ക്രിസ്മസ് എന്ന് അച്ഛൻ പറഞ്ഞത്. കോശങ്ങൾക്കും ഉണ്ടാകും ക്രിസ്മസ്. ക്യാൻസർ വന്ന് നിൻ്റെ കോശങ്ങൾ ദ്രവിച്ചു പോയാലും ദൈവം അതിനെ റീക്രിയേറ്റ് ചെയ്യും, കർത്താവിൻ്റെ ശക്തി അതിലേക്ക് വിട്ടുകൊണ്ട്. നിങ്ങളൊരു സാക്ഷ്യം കേട്ടില്ലേ കഴിഞ്ഞ ദിവസങ്ങളിൽ? ഒരു 10% കോശങ്ങൾ ഉള്ളൂ, ബാക്കിയെല്ലാം ഒട്ടി ഉണങ്ങി ആൾ തീർന്നു. ഒരു അലർജി, ഒരു മരുന്ന് മാറിക്കഴിക്കുകയും ഒരു അലർജി വന്നു. അതിന് 10,000 പേർക്ക് വരുന്ന ഒരു അലർജിയാണ്. സ്റ്റീവൻ ജോൺസ് സിൻഡ്രോം, ഡോക്ടേഴ്സിന് അറിയാം. ഡോക്ടർ എന്താ പറഞ്ഞത്? 10% ആളുള്ളൂ, ഒക്കെ 90% വോൺ ഔട്ടായിപ്പോയി. എന്നിട്ട് ഈ ഉടമ്പടി എന്നുള്ള ഒറ്റ പദ്ധതി പ്രകാരമാണ് അതിൻ്റെ നേർച്ച വസ്തുക്കളും വിശ്വാസ പ്രമാണങ്ങളും പ്രാർത്ഥനകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ദൈവം ശക്തി ആവഹിപ്പിക്കുന്നതിനുള്ള ത്വരിതമായിട്ടുള്ള സുവിശേഷ മാർഗങ്ങളാണ് ഉടമ്പടിയിലുള്ള എല്ലാം. ഈ ശക്തിയുടെ ആവഹനമുണ്ടല്ലോ, അത് ഷാർപ്പാക്കാനും ത്വരിതമാക്കാനുള്ള പദ്ധതിയാണ് ഉടമ്പടിയിലുള്ളത്. അത് സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ അറിയാൻ പറ്റും, സാക്ഷിയുടെ രീതികളെല്ലാം. എന്നിട്ട് 24 മണിക്കൂറിലാണ് ബോഡിയിൽ കോശങ്ങളെല്ലാം തിരിച്ചു വരുന്നത്. ആ മനുഷ്യൻ നിലവിളിച്ചുകൊണ്ട് വന്ന് നിന്ന് സാക്ഷ്യം പറഞ്ഞത് ഈ ഡിസംബർ മാസത്തിൽ കിടക്കുന്നുണ്ട്. അതെന്താണ്? കോശങ്ങളുടെ ക്രിസ്മസ്, കർത്താവിൻ്റെ ശക്തി. ബേസിക്കലി ജീസസ് ഇസ് പവർ. ഐ സെറ്റ് ഡൗൺലോഡിങ് ടെൻഡൻസി. വെൻ വി പ്രേ, വെൻ വി സാങ്ക്ടിഫൈ അവർ സെൽഫ്സ്, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, നമ്മൾ സുവിശേഷവിഹിതമായി വിശുദ്ധീകരിക്കപ്പെടുമ്പോൾ ഈ ശക്തിക്ക് നമ്മളിലേക്ക് വരാനുള്ള വഴി ഒരുക്കലാണ്. 3 പാപമൊക്കെ ഉപേക്ഷിക്കാൻ പറഞ്ഞില്ല ഉടമ്പടി. അതെന്താ കാര്യം? ശക്തിക്ക് നമ്മളിലേക്ക് വരാനുള്ള വഴി ഒരുക്കലാണ്. രക്ഷകൻ വരുന്നതിന് മുമ്പ് പ്രവാചികമായ ഒരു ശബ്ദമുണ്ടാവും, മരുഭൂമിയിലെ വിളിച്ചു പറയുന്ന ശബ്ദം. അതാരുടേതാണ്? സ്നാപകൻ്റെ ശബ്ദം. കർത്താവിന് വഴി ഒരുക്കുവിൻ, വിടുവഴികൾ നിരപ്പാക്കുവിൻ, കുന്നും മലയും നിരത്തുവിൻ എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിന് ഉള്ള വഴി എളുപ്പമാക്കുകയാണ്. അതാണ് ഇതിൻ്റെ അകത്ത് മാനസാന്തരത്തിലും വിശുദ്ധീകരണത്തിലേക്കും വരുന്നത്. ക്രിസ്മസിന് മുമ്പുള്ള അഡ്വൻറ്റ് ഇന്ന് അവസാനിക്കുകയാണ്. ക്രിസ്മസിന് മുമ്പുള്ള ചെറിയ നോൻപില്ലേ, ഇന്ന് രാത്രി അവസാനിക്കും. ഈ കാലങ്ങളിലെല്ലാം നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് എന്താണ്? വിശുദ്ധീകരണ പ്രക്രിയയിലൂടെ, ഉപവാസത്തിലൂടെ, ദാനധർമ്മങ്ങളിലൂടെ, ഉപവിപ്രവർത്തനങ്ങളിലൂടെ കർത്താവിൻ്റെ വരവ് ത്വരിതപ്പെടുത്തുകയാണ് ചെയ്യണത്. കർത്താവിൻ്റെ വരവ്, രക്ഷകൻ്റെ വരവ് ത്വരിതപ്പെടുത്തുവാനും സമയം ചുരുക്കുവാനും നമ്മൾക്കാണ് അതിൻ്റെ മോഡുലേഷൻ, റെഗുലേഷൻ പോയിൻ്റ് ഉള്ളത്. ഉടമ്പടിയിൽ അതാണ് ക്രമീകരിച്ചിരിക്കുന്നത്.
ആ ഉടമ്പടി പ്രകാരം നമ്മൾ ജീവിച്ച് കഴിയുമ്പോൾ കർത്താവിൻ്റെ നമ്മളിലേക്കുള്ള വരവ് അത് ശരീരത്തിലേക്കുള്ള വന്നു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബിക്കം ദ ഹീലിംഗ്. കർത്താവിൻ്റെ ശക്തി ശരീരത്തിൽ വരുമ്പോൾ എന്നാ സംഭവിക്കണത്? അത് ഹീലിംഗായി മാറും, സൗഖ്യമായി മാറും. അതാണ് രോഗത്തിൻ്റെ അനേക സൗഖ്യങ്ങൾ നമ്മൾ കേൾക്കുന്നത്. എന്നാൽ ഇതിൻ്റെ ഒരു സാങ്കേതിക വശങ്ങൾ വളരെ സൂക്ഷ്മതയോടെ ഗ്രഹിച്ചാൽ നിങ്ങൾക്ക് ബുദ്ധിപരമായ ഉടമ്പടിയെ ഒരു പാഠ്യപദ്ധതി പോലെ, ഒരു പ്രയോഗ പദ്ധതി പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. പ്രാർത്ഥിക്കുക. കർത്താവായ രോഗി എങ്ങനെയാണ് സുഖപ്പെട്ടത്? ലൂക്കാ 8:40 അവൾക്ക് ഈ ശക്തി ആവഹിപ്പിക്കാനുള്ള ഒരു തന്ത്രം അവൾ പഠിച്ചു വെച്ച്. അങ്ങനെയല്ലേ രക്ഷപ്പെട്ടത്? അവൾ പിറകിൽ കൂടി വന്ന് അവൾ വിചാരിച്ചത് എന്താണെന്നറിയാമോ? അവളുടെ വിചാരം ഭയങ്കരമായിപ്പോയി. അവൾ വിചാരിച്ചത് കർത്താവിൻ്റെ കയ്യെ മാത്രമല്ല, കർത്താവിൻ്റെ ശരീരത്തിൽ കിടക്കണ നൂലിന് വരെ പവറാണെന്നാണ് വിചാരിച്ചത്. നമ്മളുടെ അനുഭവങ്ങളെന്ന് പറയണത് നമ്മുടെ അറിവിന് ആനുപാതികമായിരിക്കും. എന്തിനാണ് ഈ പ്രബോധനം കേൾക്കണത്, പ്രഭാഷണം കേൾക്കണത്? അറിവ് കൂട്ടാൻ വേണ്ടിയാണ്. യേശുവിനെക്കുറിച്ചുള്ള അറിവ് കൂട്ടുമ്പോൾ അറിവിന് ആനുപാതികമായിട്ടാണ് നമുക്ക് അനുഭവങ്ങൾ കിട്ടണത്. അനുഭവങ്ങൾ നമുക്ക് ഉണ്ടാകുന്നത് എന്താണ്? ബോധ്യം കിട്ടും. ബോധ്യം നമുക്ക് എന്നാ തരും? സാക്ഷ്യം തരും. സാക്ഷ്യം എത്രയുണ്ട്? 2: വേദസാക്ഷ്യം, രക്തസാക്ഷ്യം. മരിക്കണമെന്ന് നിർബന്ധമില്ല, പക്ഷേ എന്നാൽ മരിക്കാതെ നമുക്ക് കർത്താവിൻ്റെ രക്തസാക്ഷിയാകാം. ഞാൻ ചില രക്തസാക്ഷികളെ ഇങ്ങനെ കയറി പിടിക്കണം കണ്ടിട്ടില്ലേ, കെട്ടിപ്പിടിക്കണം കണ്ടിട്ടില്ലേ? എന്തിനാ അവരോട് പറയണമെന്നറിയാം? അപ്പോഴും ചില രക്തസാക്ഷികളെ കിട്ടുമ്പോൾ ഞാൻ ഇങ്ങനെ കെട്ടിപ്പിടിക്കും. എന്തിനാണ് പിടിക്കണത്? മാക്സിമം ഞാൻ പറയാം, മാക്സിമം എന്തുമാത്രം വീണ് കഴിഞ്ഞ കർത്താവ് മാതാവിനെ കൊണ്ട് ഞാൻ താങ്ങിച്ചോളാം. പക്ഷെ വീഴാതെ ഇത്രയും നാൾ എന്തുമാത്രം നിൽക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കാൻ പറയും. എന്താ അറിയാമോ? സംശയമുള്ള ഭർത്താവ്, മദ്യപാനിയായ ഭർത്താവ്, അയാളുടെ കൂടെ ജീവിക്കണത് എന്താണ്? രക്തസാക്ഷിത്വമാണ് ശരിക്കും. ഈ രക്തസാക്ഷിയോട് ഞാൻ പറയും, എന്തുമാത്രം പോകാൻ പറ്റുമെന്ന് നോക്കട്ടെ എന്ന് പറയും. വിഷമമില്ലെങ്കിൽ ഇത്തിരി പിടിച്ച് നിൽക്കണം. എന്തിനാണ്? പുണ്യങ്ങൾ ആർജിക്കുന്ന ഒരു കാലമാണ്. നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ഇവിടുന്ന് പിരിഞ്ഞു പോകും. നിത്യതയോളം കർത്താവിൻ്റെ കൂടെ ജീവിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ആസ്തി വേണ്ടേ? അപ്പോൾ ആസ്തി എടുക്കാൻ, ആർജിക്കാൻ, പണിയെടുക്കാൻ ചിലരോട് നമ്മൾ എന്താ പറയണത്? പണിയെടുക്കാൻ പറ്റണത്രയും പണിയെടുക്കും. ആർജിക്കാൻ നമുക്ക് ബ്രെഡ് വിൻ ചെയ്യാൻ പറ്റണ അത്രയും ബ്രെഡ് വിൻ ചെയ്യും. ചില അപ്പന്മാർ പറയില്ല, അച്ഛാ ഞാൻ പറഞ്ഞ് 10-70 വയസ്സായില്ലേ, ഇനി പണിക്ക് പോകേണ്ട കാര്യമുണ്ടോ? അച്ഛാ ആരോഗ്യമുണ്ട്, പറ്റണ അത്രയും ചെയ്യട്ടെന്ന് പറയും. ചില ആൾക്കാർക്ക് ആധ്യാത്മിക ആരോഗ്യം കൂടുതലാണ്. ചിലർക്ക് ശാരീരിക ആരോഗ്യം കൂടുന്ന പോലെ തന്നെ ചില ആൾക്കാർക്ക് ആധ്യാത്മിക ആരോഗ്യം കൂടുതലാണ്. എന്താണെന്നറിയാമോ? അവരിങ്ങനെ സംശയിക്കുന്ന ഭർത്താവിൻ്റെ കൂടെയും അതുപോലെ ഉപദ്രവിക്കുന്ന ഭർത്താവിൻ്റെ കൂടെയും അല്ലെങ്കിൽ അതുപോലെയുള്ള ജീവിത സാഹചര്യത്തിൽ അവർ പ്രാർത്ഥിച്ചിട്ട് തന്നെ അവർ സർവൈവ് ചെയ്യുമ്പോൾ എന്താണ് അവർക്ക് ഭയങ്കര കരുത്താണ്. എന്തുകൊണ്ട് അവർക്ക് ഹൃദയത്തിന് കരുത്ത് കിട്ടുന്നത്? ഹൃദയത്തിന് കരുത്തുള്ള കുറേ പേരുണ്ട്. ഇവരാണ് പുണ്യവതികൾ, പുണ്യവാന്മാരെന്നൊക്കെ പറയണത്. എന്താ കാര്യമെന്നറിയാമോ? ഹൃദയത്തിൻ്റെ കരുത്തും ബോഡി കരുത്തും രണ്ടാണ്. ഭക്ഷണം കഴിക്കുമ്പോൾ ബോഡിക്ക് കരുത്ത് കിട്ടും അല്ലേ? പക്ഷെ നമ്മൾ എന്നോ കഴിച്ചാലും ഒരു 90 ആകുമ്പോൾ തന്നെ 90 വയസ്സാകുമ്പോൾ എന്ത് കഴിച്ചായിട്ട് ഒരു പിടിയും കിട്ടത്തില്ല. ഞാനൊരു കന്യാസ്ത്രീയെ കാണാൻ പോയി. അവരുടെ ചെറുപ്പക്കാരെ ഞാനവരെ കണ്ടിട്ടുണ്ട്. അവരുടെ സിക്കായുടെ സമയത്ത് കാണാൻ ചെന്നപ്പോൾ എന്നേക്കാൾ കഷ്ടമായിട്ട് കിടക്കണം. അപ്പോൾ ആ ശരീരത്തിൽ ആർജിച്ച ആരോഗ്യമൊക്കെ ഇവിടെ പോയി. ഇറ്റ് ഈസ് ഫോൺ ഔട്ടായിപ്പോയി. അതാണ് ഈ ശരീരത്തിൻ്റെ ഒരു കുഴപ്പം. ശരീരം എന്നോ കഴിച്ചാലും ഒരു ടൈം കഴിയുമ്പോൾ ശരീരത്തിന് ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിൽ പോകുന്നത് വേസ്റ്റായി പോകും. അത് പിന്നെ ശോഷിച്ച് പോകും. ശോഷിക്കലെന്ന് പറഞ്ഞ സംഭവമുണ്ട് ശരീരത്തിന്. അതിങ്ങനെ ഫിസിക്കൽ ബ്ലെസ്സിങ്സിൻ്റെ എല്ലാത്തിൻ്റെ ഒരു കുഴപ്പമാണ്. ഫിസിക്കാലിറ്റിയിലേക്കാണ് നമ്മൾ ശക്തി ആർജിക്കണമെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ശരീരം താങ്ങത്തില്ല, ശരീരം അക്സെപ്റ്റ് ചെയ്യത്തില്ല, മരുന്ന് അക്സെപ്റ്റ് ചെയ്യത്തില്ലല്ലോ ചിലപ്പോൾ ശരീരം അല്ലേ. ചില പറയും, ഡോക്ടർ പറയും 72 മണിക്കൂർ കഴിയട്ടെ.
ഈ മരുന്ന് അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ രക്ഷപ്പെടും. പക്ഷേ അത് ഡോക്ടറിൻ്റെ കയ്യിലില്ല. മരുന്ന് അക്സെപ്റ്റ് ചെയ്യിക്കാൻ പറ്റത്തില്ല. ബോഡിക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാം, അത്രയേ ഉള്ളൂ. അക്സെപ്റ്റ് ചെയ്യിക്കാൻ, ഒരു റിജക്റ്റ് ചെയ്യണം മെഡിസിൻ, ബോഡിയെ കൊണ്ട് അക്സെപ്റ്റ് ചെയ്യിക്കാൻ മെഡിക്കൽ സയൻസ് എന്ത് ചെയ്യും? ചില സമയത്ത് സഹായം നിൽക്കും. ബോഡിയുടെ ഒരു പ്രത്യേകത നേച്ചറാണത്. ഇപ്പം അരി എത്തിയെന്ന് ആയുർവേദക്കാരൻ പറയുന്നത് എന്താ? കഞ്ഞിവെള്ളം കുടിച്ചാൽ അതിൽ നിന്ന് പുറത്തോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അരി എത്തി. കാര്യം മാക്സിമം മലയാളി കഴിക്കാൻ പറ്റണത്, ഈസിയായിട്ട് കഴിക്കാൻ പറ്റണത് കഞ്ഞിവെള്ളമാണ്, കഞ്ഞിയാണ്. അതും കഴിക്കാൻ പറ്റണില്ലെങ്കിൽ ബോഡി പിന്നെ ഒന്നും കഴിക്കത്തില്ല. അരി എത്തി എന്ന് പറയും. ആത്മാവിന് മാത്രം അരി എത്തത്തില്ല. ശരീരത്തിനൊക്കെ ഇങ്ങനൊരു കുഴപ്പമുണ്ട്. ദൈവത്തിൻ്റെ ശക്തി നമ്മൾ ശരീരത്തിലേക്ക് സ്വീകരിച്ചാലും ഒരു കാലം കഴിയുമ്പോൾ ശരീരത്തിന് പിന്നെ താങ്ങാൻ പറ്റാതെ വരും. ശരീരത്തിൻ്റെ കപ്പാസിറ്റി തീരും. അതുകൊണ്ട് ശക്തി ദൈവം ശക്തി ജീവിത മണ്ഡലങ്ങളിലേക്കും തരും. ക്രിസ്തുവിൻ്റെ ശക്തി നമ്മൾ സ്വീകരിക്കണം. ഇപ്പം നമ്മളെന്താ പറഞ്ഞത്? ക്രിസ്തു ബേസിക്കായിട്ട് എന്താണ്? നമ്മൾ എല്ലാ ജനതകൾക്കും വേണ്ടി അനുഭവിക്കാൻ വേണ്ടി ക്രിസ്തു ആരായി മാറി? ശക്തിയായി മാറി. ശക്തി ബോഡി വരുമ്പോൾ രക്തസ്രാവക്കാരിയൊക്കെ പോലെ ലുക്ക 8:40 അനുസരിച്ച് കൊണ്ട് സൗഖ്യമായി മാറും. ശക്തി ജീവിത മണ്ഡലങ്ങളിൽ വരുമ്പോഴോ അത് ബ്ലെസ്സിങ്സ് ആയിട്ട് മാറും. എന്നുവെച്ചാൽ അനുഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിസിക്കൽ ഫേവേഴ്സ്. ഇപ്പം നിങ്ങളുടെ ജോലി, വീട്, വിവാഹം, അതിന് നമുക്ക് എന്താ വേണ്ടത്? സൗഖ്യമാണോ വേണ്ടത്? അല്ലല്ലോ, ബ്ലെസ്സിങ്സാണ് വേണ്ടത്, ഫിസിക്കൽ ഫേവേഴ്സാണ് വേണ്ടത്. അതിലേക്ക് സഞ്ചരിച്ചെത്തണം ശക്തി. അതാണ് പൗലോസ് ഭയങ്കര രസമാണ്. പൗലോസ് പറയും ജീസസ് ഇസ് എവരിത്തിങ്. കർത്താവ് പൗലോസ് അല്ലേ കൊളോസ്യസ് 3:11 ഈശോ എല്ലാമാണെന്ന്, എല്ലാവരിലുമാണ്. കൈയിട്ടിച്ച് കർത്താൻ ശ്രദ്ധിക്കുക. പൗലോസ് എന്തോ ആക്യുറേറ്റാണ്. എന്താ പറഞ്ഞിരിക്കുന്നത്? യേശു എല്ലാമാണ്. പറഞ്ഞേ, എല്ലാവരിലുമാണ്. അതാണ് സകല മനുഷ്യർക്കും വേണ്ടിയുള്ള മഹത്തായ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ആകണത്. എങ്ങനെയാണ്? നമുക്ക് ലൂക്ക 2:30 പൗലോസിൻ്റെ കൊളോസ്യസ് 3:11 കൂടി ചേർത്ത് വെക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ക്രിസ്ത്യൻസ് മാത്രമല്ല എല്ലാ അക്രൈസ്തവർക്കും ക്രിസ്തു തന്നെയാണ് രക്ഷകരെന്ന് കൈയടിച്ച്. അപ്പോൾ ക്രിസ്തു എല്ലാമാണ്. പറഞ്ഞേ, എല്ലാമാണെന്ന് പറയുമ്പോൾ സൗഖ്യം മാത്രമല്ല എന്നർത്ഥം അല്ലേ? പിന്നെന്താ? ഇന്നലെ ഒരു സാക്ഷി ഞാൻ കേട്ടു, തിങ്കളാഴ്ച. എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ ഇന്നലെ അത് റെഫർ ചെയ്തു, ഇപ്പോഴും റെഫർ ചെയ്യണം. വെച്ചാൽ ഒരു ലേഡി, സിംഗിൾ ലേഡി, നമ്മുടെ മലയാളിയാണ്, ഒന്ന് ഉടമ്പടി ചെയ്താണ്. അവർ ജോലി തേടി യൂറോപ്പിൽ പോകുന്നു. അവർക്കധികം വയസ്സൊന്നുമില്ല, 26-27 വയസ്സുണ്ട്. അവർ പറയണത്, ഞാൻ യൂറോപ്പിൽ 4 കൺട്രിയിൽ ഒറ്റക്ക് പോയെന്ന്. 4 രാജ്യങ്ങളിൽ ഒറ്റക്ക് പോയെന്ന്. എനിക്ക് എൻ്റെ വിസ എക്സ്പയർ ആകാൻ പോയപ്പോൾ ഞാൻ ശരിക്കും വിഷമിച്ചു. ആകപ്പാടുള്ള ബലം എന്താണ്? ഉടമ്പടി ബലം മാത്രമേ ഉള്ളൂ. അവസാനം എനിക്ക് തോന്നി ഞാൻ B2 എക്സാം എഴുതാൻ തോന്നി. എനിക്ക് B2 എക്സാമായിട്ട് ജർമ്മനുമായിട്ടൊരു ബന്ധമില്ല. ഇപ്പോൾ ഒരു സാക്ഷി നമ്മളിപ്പോൾ കേട്ടില്ലേ, ഒരു ഭാഷ അറിയാൻ പാടാത്ത കുഞ്ഞിൻ്റെ നെറ്റിക്ക് ഉടമ്പടിക്ക് ആശ്വര്യം വെച്ചിട്ട് അവൻ എനിക്ക് സ്കോളർഷിപ്പ് എഴുതണം അമ്മയെന്ന് പറഞ്ഞപ്പോൾ, എന്നാൽ നീയും പോയി എഴുതെന്ന് പറഞ്ഞപ്പോൾ അമ്മമ്മ എന്താ ചെയ്തത്? ഉടമ്പടിക്ക് ആശ്വര്യം അവൻ്റെ നെറ്റിക്ക് വെച്ചു. എന്നാ ജ്ഞാനമൊന്നും അറിയത്തില്ല. കാര്യം ഈ ജ്ഞാനത്തോട് ബന്ധപ്പെട്ട എല്ലാ വർക്കും ചെയ്യണത് എവിടെയാണ്? നെറ്റിയിലാണ് വർക്ക് ചെയ്യണത്. ഉടമ്പടിക്ക് ആശ്രയവും അവർ നെറ്റിക്ക് വെച്ച് വിശ്വാസം പോകണം ചെയ്തിട്ട് പറഞ്ഞ്, ഇനി നീ പോയി സ്കോളർഷിപ്പ് എഴുതുക. എന്നുവെച്ചാൽ നിനക്കറിയാത്ത മലയാളവും അറിയാത്ത ഇംഗ്ലീഷും എഴുതാൻ. എന്നിട്ട് അവൻ സ്കോളർഷിപ്പിന് എങ്ങനെയാണ് 1ാം സ്ഥാനത്ത് കിട്ടണത്? കാര്യം യേശു കുഞ്ഞിനെ പഠിപ്പിച്ച ആളാണ് അതിൻ്റെ കൂടെ വരണത്. ഈശോനെ ആദ്യം അക്ഷരം പഠിപ്പിച്ചത് ആരാ? അമ്മയാ. ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനം കൈയടിച്ച് കർത്താവ് ശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്
ഈ ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനത്തിന് എങ്ങനെയാണ് ബോധജ്ഞാന സിംഹാസനം ആയത്? ഒരു ചോദ്യം ചോദിച്ചിട്ടാണ് അങ്ങനെ ആയത്. നമുക്കും ബോധജ്ഞാന സിംഹാസനമാകാം. എങ്ങനെയാണ്? ദൈവത്തോട് വിശ്വാസപൂർവ്വം സ്നേഹത്തോടെ ഒരു ചോദ്യം ചോദിച്ചാൽ മതി, ഇതെങ്ങനെ സംഭവിക്കുമെന്ന്. ജീവിതത്തിൻ്റെ വലിയ പ്രാരാബ്ധങ്ങളിൽ നമ്മൾ ഗതിമുട്ടി മൊഴിമുട്ടി നിൽക്കത്തില്ലേ? അപ്പോൾ ദൈവത്തോട് സ്നേഹത്തോടെ ചോദിക്കണം, ഹൗ കാൻ ഇറ്റ് ഹാപ്പൻ? ഇതെങ്ങനെ സംഭവിക്കും? എങ്ങനെ സംഭവിക്കുമെന്ന് ഒരു മരിയൻ ചോദ്യമാണത്. മരിയൻ ചോദ്യത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഫുൾ % അത് വിശ്വാസപരമായിരിക്കും, ഫുൾ % അത് ദൈവസ്നേഹത്തിലായിരിക്കും. എല്ലാവർക്കും ചോദിക്കാൻ പറ്റും ദൈവത്തോട്. പക്ഷെ മരിയൻ ചോദ്യം, മരിയൻ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? അത് ഫുൾ ആൻഡ് ഫുൾ ദൈവസ്നേഹത്തിലായിരിക്കും. ദൈവസ്നേഹത്തിലാണ് മാലാഖ അമ്മയോട് ചോദിച്ചത്. ദൈവവിശ്വാസത്തിലാണ് അമ്മ മാലാഖയോട് ചോദിച്ചത്, ഹൗ കാൻ ഇറ്റ് ഹാപ്പൻ? ഇതെങ്ങനെ സംഭവിക്കും? പണ്ട് ദൈവസ്നേഹമില്ലാതെ ഒരു മനുഷ്യൻ സംസാരിച്ചു. അവനോട് ദൈവം പറഞ്ഞു, ഇനി നീ സംസാരിക്കണമെന്ന് പറഞ്ഞ്. അവൻ്റെ പേരാണ് സക്കറിയ. അല്ലേ? അവൻ ചോദിച്ചില്ലേ, എൻ്റെ ഭാര്യ പ്രായമായ ആളാണല്ലോ, ഞാൻ കിഴവനാണല്ലോ എന്ന് പറഞ്ഞില്ലേ? ഇതെങ്ങനെ സംഭവിക്കുമെന്ന്? പക്ഷെ അവന് ദൈവസ്നേഹമില്ലായിരുന്നു. അവൻ നിൽക്കുന്ന സ്ഥലം എന്താണെന്ന് പോലും അവൻ അറിയത്തില്ലായിരുന്നു. പക്ഷെ മാലാഖയ്ക്ക് അറിയാമായിരുന്നു അവരെ നിൽക്കുന്ന സ്ഥലം ആരാണെന്ന്. ഉടനെ മാലാഖ മറുപടി പറഞ്ഞു, ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിലെ ഗബ്രിയേലാണ്. നീ ദൈവത്തിൻ്റെ സന്നിധിയിലാണ്. നീ നിൽക്കണമെന്നുണ്ടെങ്കിൽ നിനക്കത് അറിയാൻ പാടില്ല. ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കണമെന്ന് നിനക്കറിയാൻ പാടില്ലാത്ത കൊണ്ട് നീ ഇനി സംസാരിക്കേണ്ട. കൈയിട്ടിച്ച് കിടത്താൻ കാരുണ്യത്തിന്. അപ്പോൾ നമ്മൾ ധ്യാനിക്കുന്നത് എന്താണ്? അമ്മ എങ്ങനെയാണ് ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനം. ബോധജ്ഞാന സിംഹാസനം അയാളുള്ള ഗുണം അറിയാമല്ലോ. എല്ലാ അറിവുകളും വരും. ഇപ്പം അമ്മച്ചിക്ക് വന്നില്ലേ, അമ്മ ആ കാശ് എടുത്ത് കുഞ്ഞിന് നെറ്റിയിൽ എന്താ ഒട്ടിച്ച് വെച്ചത്? അവിടെയാണ് ബോധജ്ഞാനമുള്ളതെന്നറിയാം. എൻ്റെ ഫോക്കൽ പോയിൻ്റാണ്. അമ്മ എങ്ങനെയാണ് ബോധജ്ഞാന സിംഹാസനം ആയത്? നമ്മൾക്കും അതുപോലെ ആകാൻ പറ്റുമെന്നല്ലേ ഇപ്പോഴ് കർത്താവിൻ്റെ വചനം വെളിപ്പെടുത്തുന്നത്? അമ്മ എങ്ങനെയായത്? ഒറ്റ ചോദ്യം ചോദിച്ചിട്ടാണ് ആയത്. എന്ത് ചോദ്യമാണ് ചോദിച്ചത്? ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ക്രിസ്മസ് ഉണ്ടായ ഒറ്റ ചോദ്യത്തിൽ നിന്നാണ്. എങ്ങനെ സംഭവിക്കുമെന്നും ഒരു മനുഷ്യൻ, ഒരു സ്ത്രീ ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവളെ പോലെ ദൈവത്തൊരു സ്നേഹത്തോടെ ചോദിച്ചു. എല്ലാവരും ചോദിച്ചു കാണും. അമ്മയെപ്പോലെ പലരും പല കാര്യങ്ങൾക്കും ജീവിതത്തിൽ വഴിമുട്ടി നിന്നപ്പോൾ പല മനുഷ്യന്മാരും ദൈവത്തോട് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ വിത്തൗട്ട് ലവ്, വിത്തൗട്ട് ഫെയ്ത്ത് ചോദിച്ചു കാണാം. നീ ചോദിച്ചിട്ടുണ്ടാവും. പക്ഷേ സ്നേഹത്തോടെ ആയിരിക്കണം നിർബന്ധമില്ല. സക്കറിയ ചോദിച്ച പോലെയാവും. സംശയത്തോടെ ചോദിക്കും. ദൈവത്തോട് ഫുൾ % വിശ്വാസത്തോടെ ചോദിച്ച ഒരാളാണ്. ദൈവം മറുപടി പറയും. വിശ്വാസത്തോടെ ചോദിച്ചാൽ ദൈവം മറുപടി പറയും. വിശ്വാസത്തോടെ ചോദിച്ചില്ലെങ്കിൽ ദൈവം പറയും വാങ്ങൂടാന്ന് പറയും. അതാണ് സക്കറിയായോട് പറഞ്ഞത്. പക്ഷേ മറിയം ഒരു സ്വസ്ത്രഗീതമാണ് പിന്നീട് പാടിയത്. മറിയം ദൈവസ്നേഹത്തോടെയാണ് ചോദിച്ചത്. മറിയം ദൈവവിശ്വാസത്തോടെയാണ് ചോദിച്ചത്. അപ്പോൾ ദൈവം പറഞ്ഞു, ദ പവർ ഓഫ് ദി ഓൾമൈറ്റി, അത്യുന്നതിൻ്റെ ശക്തി നിന്നിൽ ആവശ്യിക്കും. ദൈവമകളെ, നീ ചോദിച്ച ചോദ്യം അപ്പായ്ക്ക് ഇഷ്ടപ്പെട്ടു. അപ്പ തന്ന ഉത്തരമാണത്. എന്ത് സംഭവിക്കാം, എന്ത് പ്രയാസമുണ്ടെങ്കിലും നീ വഴിമുട്ടിയാലും ഇതിനെ എങ്ങനെ കൺഫ്രണ്ട് ചെയ്യും, അതിജീവിക്കുമെന്ന് ചോദിച്ചാലും ദൈവത്തിൻ്റെ കയ്യിലും മറുപടിയുണ്ട്. ആ മറുപടിയുടെ പേരാണ് ദ പവർ ഓഫ് ദി ഓൾമൈറ്റി. അത്യുന്നതിൻ്റെ ശക്തി അത് നിൻ്റെ മേൽ എഴുന്നള്ളും. അത് പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും. ബിഹോൾഡ് ദ ഹാൻഡ് മെയ്ഡ് ഓഫ് ദ ലോർഡ് എന്ന് അമ്മ പറഞ്ഞത്. പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരുമെന്ന് പറഞ്ഞപ്പോൾ ബോധജ്ഞാന സിംഹാസനമായ അമ്മ എന്താണ് കേട്ടതിൻ്റെ മുഴുവൻ അറിഞ്ഞുകൊണ്ട് അവൾ അഡ്ഹിയർ ചെയ്യും. എന്താണ് പറഞ്ഞത്? ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ. എല്ലാത്തിനും ദൈവത്തിൽ ഉത്തരമുണ്ട്. എല്ലാത്തിനും ഉത്തരമുള്ള ദൈവമാണ് ശക്തിയായി നിൻ്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ശരീരത്തിൽ സൗഖ്യമാവുകയും ജീവിതത്തിൽ അത് അനുഗ്രഹമാവുകയും ചെയ്യും. അതാണ് 4 രാജ്യങ്ങളിൽ ഞാൻ ചുറ്റി നടന്നു. എന്താണ് എൻ്റെ ജീവിതമെന്നും ജോലി എവിടെ നിന്ന് കിട്ടുമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. അപ്പോൾ ബോധജ്ഞാന സിംഹാസനമായ അമ്മ എന്നോട് പറഞ്ഞു, നീ B2 എക്സാം എഴുതാൻ പറഞ്ഞു. ഞാൻ അവിടെ തരപ്പിപ്പിടിച്ചൊരു ട്യൂട്ടറെ കണ്ടുപിടിച്ചു. ജർമ്മനിയിലെ മലയാളി കറങ്ങി നടക്കുകയാണ്. അവൾ അവിടുന്ന് ട്യൂട്ടറെ കണ്ടുപിടിച്ചിട്ട്, നിങ്ങൾക്കറിയാമല്ലോ എല്ലാ സമയവും സമാധാനത്തോടെ ഇരുന്ന് പഠിച്ചാൽ പോലും B2 കരകയറാൻ വലിയ പാടാണ്. ഇത് ജർമ്മനിയിൽ പോയിട്ട് ആദ്യം പോയി ലാൻഡ് ചെയ്തിട്ട് ചെയ്യേണ്ട പരിപാടിയാണിത്.
ഒറ്റ കോഴ്സ് കൊണ്ട് തന്നെ അമ്മ മാതാവ് സഹായിച്ച് അവൾ BT പാസ്സായി, ജർമ്മനി ജോലിയും കിട്ടി. പ്രൈസ് ദി ലോർഡ്. ഇതെല്ലാം പെട്ടെന്ന് സംഭവിക്കണത്. ശക്തി നമ്മുടെ ജീവിത മണ്ഡലങ്ങളിൽ വരുമ്പോഴേ അതെന്തായി മാറും? ബ്ലെസ്സിങ്സായി മാറും. അതിനാണ് ജോലി, വീട്, വിവാഹം എല്ലായിടത്തും ഉണ്ടല്ലോ, എല്ലായിടത്തും പ്രവർത്തിക്കണം. കണ്ടില്ലേ? ഇപ്പോൾ ഒരു സാക്ഷ്യം കണ്ടില്ല, ചെങ്ങന്നൂർ കാര്യത്തിയുടെ ചേച്ചി തന്നെ ആ ശാസ്ത്രം പറഞ്ഞത്, ഞങ്ങളുടെ വീടിൻ്റെ അവിടെ ഒരു കുന്നും മലയും കിടപ്പുണ്ട്, അതെങ്ങാനും ഇടിഞ്ഞ് വീടാണെങ്കിൽ ജീവിക്കാനും പറ്റത്തില്ല. എല്ലാത്തിനും സമാധാനം. അതിനുശേഷം ഉണ്ടായിട്ടുള്ള പുലിവാലുകളെല്ലാം സബ്സൈഡ് ചെയ്യുന്ന വഴി കണ്ടില്ലേ? ജീസസ് ഈസ് ഓൾ, ജീസസ് എവരിത്തിങ്. കർത്താവ് എല്ലാമാണ്. എല്ലാമായ ദൈവം ശക്തിയായി അവിടെ ജീവിതത്തിലേക്ക്, ജീവിത മണ്ഡലങ്ങൾ വരുമ്പോൾ അത് ബ്ലെസ്സിങ്സായിട്ട് മാറുന്നു. അത് ജോലിയായി, വീടായി, വിവാഹമായി, സ്വസ്ഥതയായി, സമാധാനം പെറുക്കാനുള്ള ഇടമായി മാറുന്നു. കൈയടിച്ച് കർത്താവ്. ഇപ്പോൾ നമ്മൾ എന്നാ കണ്ടത്? ക്രിസ്തു ശക്തിയാണ്. ശക്തിയുടെ സഞ്ചാരം ആണ് ക്രിസ്മസ് ഉണ്ടാക്കുന്നത്. അത് ശരീരകോശത്തിലാകുമ്പോൾ സൗഖ്യമാവുകയും ജീവിത മണ്ഡലത്തിലാകുമ്പോൾ ബ്ലെസ്സിങ്സ് ആയി ചെയ്യുന്നു. എല്ലാം ക്രിസ്മസാണ്. ഇനി ശക്തിയുടെ മൂന്നാം വരവുണ്ട്. എന്താണ്? കൃപ. കൃപ എവിടെയാണ് വരണത്? കൃപ ബേസിക്കലി വാട്ട് ഈസ് ഇറ്റ്? ഗ്രേസ് ബേസിക്കലി ഇറ്റ്സ് എ പവർ ഓഫ് ദി ഓൾമൈറ്റി ആണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, കൃപ എവിടെയാണ് ഇൻവേർട്ട് ചെയ്യപ്പെടുന്നത്? ബോഡിയിലല്ല. ബോഡിയിൽ വന്നു കഴിഞ്ഞാൽ സൗഖ്യമായിട്ടാണ് മാറുന്നത്. ആത്മാവിലേക്ക് വരുമ്പോഴാണത് ഡിപ്പോസിറ്റായി വരണത്. അതുകൊണ്ടാണ് പൗലോസ് പറയും, എന്നാ പൗലോസ് പറയണത്? 2 തിമോത്തി 2:1 ക്രിസ്തുവിൻ്റെ കൃപയിൽ നിന്ന് ശക്തി ധരിക്കുവിൻ എന്ന് പറഞ്ഞേ. ശക്തി എവിടെയാണ് ധരിക്കണത്? ശക്തി എന്തിനുള്ളതാണ്? ധരിക്കാനുള്ളതാണ് അല്ലേ? 2 തിമോത്തി 2:1 ക്രിസ്തുവിൻ്റെ കൃപയിൽ നിന്ന് ക്രിസ്മസ് ഉണ്ടാക്കുവിൻ. അതാണ് പറയണത്. ക്രിസ്മസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. 2 തിമോത്തി 2:1 അനുസരിച്ചുകൊണ്ട്. എങ്ങനെയാണ്? ക്രിസ്തുവിൻ്റെ കൃപയിൽ നിന്ന് ശക്തി ധരിക്കുവാൻ. ഇപ്പം ശക്തി ശരീരത്തിലേക്ക്, ശക്തി എന്തിനുള്ളതാണ്? ധരിക്കാനുള്ളതാണ് അല്ലേ? ശക്തി ശരീരത്തിൽ ധരിച്ചാലോ സൗഖ്യമായി മാറുന്നു അല്ലേ? ശക്തി ജീവിത മണ്ഡലങ്ങളിൽ ധരിക്കുമ്പോൾ ബ്ലെസ്സിങ്സ് ആൻഡ് ഫിസിക്കൽ ഫേവേഴ്സ് അനുഗ്രഹമായി മാറുന്നു. ഈ ശക്തി ആത്മാവിൽ ധരിക്കാം. അതാണ് ഹെബ്രായർ 13:9. ഹെബ്രായർ 13:9 ക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളുടെ ഹൃദയത്തിൽ ധരിക്കുവിൻ. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളുടെ ഹൃദയത്തിൽ ധരിക്കുവിൻ. എന്തിനാണ്? ഹൃദയത്തെ, ആത്മാവിനെ പുണ്യപൂർണ്ണമാക്കാൻ. നമ്മളുടെ ജീവിത പ്രാരാബ്ധങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ ഹൃദയം ശക്തിയാൽ പുണ്യപൂർണ്ണമായാൽ, അതുകൊണ്ട് ഞാൻ അവരോട് പറയണത്, ചേച്ചി കുറച്ച് കാലം കൂടി പിടിച്ചു നിൽക്കാൻ പറ്റുമോ എന്ന് നോക്കാൻ പറയും. പറഞ്ഞ മനസ്സിലല്ലേ? ചില ചേച്ചിമാർ വരുമ്പോൾ ഇപ്പം തന്നെ അവർ തളർന്നിരിക്കുകയായിരിക്കും, പക്ഷേ ഇവർക്ക് ഭയങ്കര ആത്മാവിൽ കൃപ ആർജിക്കണ ശേഷി കൂടുതലാണ്. അപ്പോൾ ഞാൻ പറയും കുറച്ചുകൂടി പിടിച്ചു നിൽക്കാൻ പറ്റുമോ എന്ന് നോക്കും. എന്തിനാണെന്നറിയാവോ? ഇവരെ അൽഫോൻസാക്കാൻ വേണ്ടിയാണ്, വേറെ ഉദ്ദേശമൊന്നുമില്ല. അതിനുള്ള കപ്പാസിറ്റി അവർക്കുണ്ട്. അവർക്കുണ്ട്, കപ്പാസിറ്റി ഉണ്ട്. നിങ്ങളെന്താ വിളിക്കണത്? കൗൺസിലറിൻ്റെ പരിപാടി എന്താ? ഉപദേശിക്കുകയാണ്. അല്ല സൈക്കോളജി കൗൺസിലിംഗ് ഒന്നുമല്ല, പാസ്റ്റർ കൗൺസിലിംഗ് പോലും അല്ല. ക്രിസ്തുവിലൊരു മനുഷ്യനെ ഉറപ്പിച്ച് നിർത്താനുള്ള കൗൺസിലിംഗ് ആണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞു എത്തിയോട് വെയിറ്റ് ചെയ്യും, ഞാൻ കൂടെയുണ്ട്, ശക്തമായിരിക്കും. അമ്മ നമ്മുടെ കൂടെ നിൽക്കണില്ലേ? നിങ്ങൾ എത്തിയോട് വെയിറ്റ് ചെയ്യാൻ പറയും. എന്തിനാണ്? നിങ്ങളുടെ ഭർത്താവിൻ്റെ മനസ്സാന്തരത്തിന് 1 കൊല്ലം കൂടി താമസിക്കുമെങ്കിൽ ആ 1 കൊല്ലം കൂടി നിന്ന് എന്ത് തടയുമെന്ന് നമ്മൾ നോക്കും. എന്താ തടയണത്? സ്നേഹം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, ആത്മസംയമനം. ക്രിസ്തുവിനെ നമ്മുടെ ആത്മാവിനെ പുണ്യപൂർണ്ണമാക്കുന്ന ആത്മാവിൻ്റെ ഫലങ്ങൾ ആർജിക്കാൻ ഇവർക്കുള്ള കപ്പാസിറ്റിയെ ഞാൻ പ്രയോജനപ്പെടുത്തുകയാണ് ചെയ്യണത്. കാര്യം എന്താ വെച്ചാൽ, ക്രിസ്തു എന്ന് പറയുമ്പോൾ ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ, കൃപ ഉണ്ടാകുവാനും സമൃദ്ധമായി. അതാണ് സമൃദ്ധമാണ് പ്രശ്നം. കൃപയുണ്ടായാൽ മാത്രം പോരാ. കാര്യം നമ്മളെ ഒരു ലക്ഷ്യമുണ്ട്. ഉടമ്പടിയുടെ ലക്ഷ്യം എന്താണ്? ഹെയിൽ മേരി. അമ്മയെ കണ്ടപ്പോൾ മലാഖ എന്താ പറഞ്ഞത്? ഹെയിൽ മേരി ഫുൾ ഓഫ് ഗ്രേസ് അല്ലേ? ലുക്ക 1:28 ഫുൾ ഓഫ് ഗ്രേസ്. ഗ്രേസിൻ്റെ പ്രശ്നം എന്താ? ഇത് ഫുള്ളാകാനുള്ള
സാധ്യതയുണ്ട്. അമ്മയാണ് മോഡൽ. അപ്പോൾ നമുക്ക് ഫുള്ളാക്കാൻ പറ്റില്ലെങ്കിലും ഈ ജന്മത്തിൽ വെച്ചല്ലേ ഇത് പറ്റത്തുള്ളൂ. എന്തുമാത്രം ആക്കാൻ പറ്റും? പകുതിയാക്കാൻ പറ്റുമോ? ദൈവത്തിന് നന്ദി. മുക്കാലാക്കാൻ പറ്റുമോ? ദൈവത്തിന് ഇരട്ടി നന്ദി. അതുകൊണ്ട് വെയിറ്റ് ചെയ്യാൻ പറയും. ചിറക്ക് വെയിറ്റ് ചെയ്യാന്നുള്ള കപ്പാസിറ്റിയാണ്. പുണ്യപ്പെട്ട മനുഷ്യരുടെ എണ്ണം ഈ കാലഘട്ടത്തിൽ കൂടുതലാണ്. പണ്ട് കഥ അറിയാതെ നമ്മൾ പുണ്യം പ്രാപിച്ച ഇന്ന് കഥ അറിഞ്ഞുകൊണ്ടാണ് പുണ്യം പ്രാപിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ മക്കൾ അല്പം അനുഗ്രഹം താമസിക്കുമ്പോൾ അനുഗ്രഹം താമസിക്കുന്നു എന്നതിലുള്ളതല്ല, നിങ്ങളെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. പറഞ്ഞാൽ മനസ്സിലായോ? ചില രോഗങ്ങൾ ഹീൽ ചെയ്യാൻ വേണ്ടി 1 മാസമോ 2 മാസമോ 1 കൊല്ലമോ എടുക്കുമ്പോൾ ആ 1 കൊല്ലത്തിനുള്ളിൽ അതെല്ലാം നിനക്ക് കൃപയാർജിക്കാനുള്ള ദൈവം തന്നിരിക്കുന്ന സമയമാണ്. സമയത്തിലാണ് ഇതെല്ലാം നടക്കുന്നത്. അപ്പം അതുകൊണ്ട് ഒരു കാരണവശാലും ആരും മനസ്സ് വിഷമിക്കരുത്. അതായത് ദൈവത്തിൻ്റെ കൂടെ ശരീരത്തിൽ സൗഖ്യമായാലും അത് എപ്പോഴായാലും ലാസറിനെ ഉയർപ്പിച്ചിട്ട് പോലും ലാസർ മരിച്ചുപോയി. അതാണ് ശരീരത്തിൻ്റെ അവസ്ഥ. ഇനിയിപ്പം നാളെ ഇംഗ്ലണ്ടിലും അമേരിക്കയിലോ ജർമ്മനി ജോലി കിട്ടിയെന്ന് പറഞ്ഞാലും നീ കുറച്ച് കഴിയുമ്പോൾ നിൻ്റെ മക്കൾ അവിടെ ജനിക്കും, അവിടെ വളരും ഒക്കെ എല്ലാം സമ്മതിച്ചു. കുറച്ച് കഴിയുമ്പോൾ നീ കർത്താവിൻ്റെ മുമ്പിൽ കണ്ണീരിട്ട് ഉണ്ടാക്കിയെടുത്ത് കുഞ്ഞുങ്ങളെ വളർത്തി അവരെ പഠിപ്പിച്ച് കഴിയുമ്പോൾ അവർ കർത്താവിനെ അറിയാത്തവരായി ജീവിക്കണ കാണുമ്പോൾ നീ പറയും, അയ്യോ വല്ല മലബാറിലും കേരളത്തിൽ ജീവിച്ചാൽ മതിയായിരുന്നു, വലിച്ചു കൊണ്ടുവന്ന് ഇവിടെ ഇട്ടിട്ട് അവസാനം ഞാൻ കഷ്ടപ്പെട്ടതെല്ലാം കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ്. പക്ഷേ കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ വിശ്വാസമില്ല. അവർക്ക് 4-5 പ്രണയബന്ധങ്ങളാണ്. അവർ ഇപ്പോൾ ടീനേജ് ആയപ്പോൾ തന്നെ എല്ലാ പാപവും മനുഷ്യൻ ചെയ്യാനുള്ള എല്ലാം ചെയ്ത് കൂട്ടി. ഇതിനു വേണ്ടിയാണ് കുഞ്ഞുങ്ങളെ ജനിപ്പിച്ചതെന്ന് ചോദിക്കും. ബെന്നിയുടെ സാക്ഷ്യം കേട്ടില്ലായിരുന്ന? ഇന്ന് ബെന്നിയുടെ മകള് സിസ്റ്റർ ആസ്പിരിൻ എന്നാ പറഞ്ഞത്? അപ്പായുടെ ഒരു വാക്കാണ് എനിക്കിഷ്ടപ്പെട്ടതെന്ന്. എന്താണ്? അപ്പായുടെ ഒരു വാക്കാണ് എനിക്കിഷ്ടപ്പെട്ടത്. എന്താണ്? അപ്പാ പറഞ്ഞു, ദൈവം തന്നത് ദൈവത്തിനെന്ന്. അതാദ്യമേ തോന്നുമ്പോഴേ എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര ബഹുമാനവും ആദരവും തോന്നി. കാര്യം സിസ്റ്റേഴ്സിനെയൊക്കെ എങ്ങനെയെങ്കിലും സഭയിൽ നിന്ന് കളയാൻ വേണ്ടി പൈശാചിക ശക്തികൾ സിസ്റ്റേഴ്സിനെ തന്നെ മനുഷ്യബോംബായിട്ട് ഉപയോഗിക്കേണ്ട ഒരു കാലമാണ്. അക്കാലങ്ങളിലെ സഭ ഉണർന്നിട്ടുണ്ട്, ജാഗ്രതയുണ്ട്. ഇത് ക്രൂശിക്കപ്പെട്ടവൻ്റെ ഉയർത്തെഴുന്നേറ്റവൻ്റെ സഭയാണെന്ന് പ്രഘോഷിക്കുകയാണ്. ക്രിസ്തു എല്ലാമാണെന്നല്ലേ പറഞ്ഞത്? ക്രിസ്തു ശക്തിയാണെന്നല്ലേ പറഞ്ഞത്? ക്രിസ്തു എല്ലാവരുമാണെന്നല്ലേ പറഞ്ഞത്? എല്ലാവരും എല്ലാമാകാൻ വേണ്ടിയുള്ള ക്രിസ്തുവിൻ്റെ രൂപം ശക്തിയാക്കി വച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ സ്നേഹം തന്നെയാണ്. ആ ശക്തി ശരീരത്തിലേക്ക് വരുമ്പോൾ ശരീരത്തിന് ക്രിസ്മസ് ആകും. ആ ശക്തി ജീവിത മണ്ഡലങ്ങളിലേക്ക് വരുമ്പോൾ ജീവിതത്തിന് ക്രിസ്മസ് ആകും. ഇപ്പം എങ്ങനെ ക്രിസ്മസ് ആയാലും നമുക്ക് ജോലി, വീട്, വിവാഹം എല്ലാം കിട്ടിയാലും കുറച്ച് കഴിയുമ്പോൾ നമ്മൾ അധ്വാനിച്ചതിൻ്റെ പകുതിയും വേസ്റ്റാകണം നമ്മുടെ കണ്ണുമുമ്പിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഈ വെള്ളത്തിൻ്റെ കുഴപ്പം അതാ. 2 വെള്ളമില്ലേ? ഈ വെള്ളത്തിൻ്റെ കുഴപ്പം അതാ. ഈ വെള്ളം കുടിക്കണവന് ഇനിയും ദാഹിക്കും. ഈ വെള്ളത്തിൻ്റെ കുഴപ്പം അതാ. അതുകൊണ്ട് വെള്ളം ഒന്ന് മാറ്റി കുടിക്കണതാണ് എപ്പോഴും നല്ലത് നമുക്ക്. ഞാൻ തരുന്ന വെള്ളം കുടിക്കുന്നവന് ഒരിക്കലും ദാഹിക്കത്തില്ല. ഈ 4:13 യോഹന്നാൻ, അതും 7:37 ഒക്കെ കൂട്ടിച്ചേർത്ത് വായിക്കണം. അല്ലെങ്കിൽ 6:63 എല്ലാം കൂട്ടിച്ചേർത്ത് വായിക്കണം യോഹന്നാൻ്റെ സുവിശേഷത്തിൽ. എന്താ പ്രശ്നം വെച്ചല്ലേ, നമ്മൾ ബോഡിയിലേക്ക് വരുമ്പോൾ ശക്തി ഹീലിംഗായി മാറുന്നു. ജീവിത മണ്ഡലങ്ങളിലേക്ക് വരുമ്പോൾ ശക്തി ജോലി, വീട്, വിവാഹം പോലെ ഫിസിക്കൽ ഫേവേഴ്സായിട്ടുള്ള ഭൗതിക ആനുകൂല്യങ്ങളായിട്ട് മാറുന്നു. എന്നാൽ ആനുകൂല്യം കിട്ടിയാലും നമ്മളിവിടുന്ന് പിരിയണ സമയത്ത് നമ്മൾ നേടിയ ആനുകൂല്യങ്ങളെല്ലാം 60% വേസ്റ്റാകണം നമുക്ക് കാണാൻ പറ്റും. അതാണ് എൻ്റെ ഒരു പ്രത്യേകത, നേച്ചറാണ്. കാര്യം എന്താണ്? ഈ വെള്ളം അങ്ങനെയാണ്, പിന്നെയും നമ്മളെ ദാഹിപ്പിക്കും. ഇതിൻ്റെ അപ്പുറത്ത് എന്തോ ഉണ്ടല്ലോ എന്ന്. നീ എന്നാ നേടിയാലും, അതാണ് ഈശോ പറഞ്ഞത്, ലോകം മുഴുവൻ നേടിയാലും ദൈവവേദന നീ ലോകമെന്ന് വിചാരിക്കണ എന്തും ആയിക്കൊള്ളട്ടെ, നിൻ്റെ ആശയുടെ അവസാനങ്ങൾ അത് നേടിയെടുത്താലും എൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്ത് പ്രയോജനം? 16:26. അപ്പം ആത്മാവിലേക്ക് കൃപ വരുമ്പോഴാണ് അത് പുണ്യപ്പെടുന്നത്. നിത്യതയിൽ ദൈവത്തെ കണ്ട് ആനന്ദിക്കുന്നത് എങ്ങനെയാണ്? ക്രിസ്തുവാകുന്ന ശക്തി ആത്മാവിലേക്ക് അപ്ലോഡ് ആകുമ്പോഴാണ്. അതുകൊണ്ടാണ് പൗലോസ് അങ്ങനെ പറയണത്. എന്നാ പറയണത്? ക്രിസ്തുവിൻ്റെ ശക്തി നിൻ്റെ ഹൃദയത്തെ, കൃപയുടെ ശക്തി നിൻ്റെ ഹൃദയത്തെ ശക്തിപ്പെടുത്തട്ടെ എന്ന് പറയണത്. ആത്മാവിനെ ശക്തിപ്പെടുത്തട്ടെ. ഈ ആത്മാവിനെ ശക്തിപ്പെടുത്തുന്നത് എങ്ങനെയാണ്? പലപ്പോഴും
ബലഹീനമായ സാഹചര്യങ്ങളിലാണ്. അതുകൊണ്ടാണ് രോഗം സൗഖ്യപ്പെടുന്നവരുടെ സമയമാണ് നമ്മുടെ സമയം. സൗഖ്യപ്പെട്ട് കഴിഞ്ഞുള്ള സമയം ദൈവത്തിൻ്റെതാണ്. ജോലി കിട്ടണവരെയുള്ള സമയമാണ് നമ്മുടെ സമയം. വിശ്വാസത്തിൻ്റെ, പ്രത്യാശയുടെ, ദൈവസ്നേഹത്തിൻ്റെ, ദൈവിക പുണ്യങ്ങളുടെ സമയം. പറഞ്ഞാൽ മനസ്സിലായ ദൈവവേദന? അപ്പോൾ ചില കാര്യങ്ങൾ ഉടമ്പടിയിൽ പെട്ടേന്ന് നടക്കും. ചില കാര്യങ്ങൾ ലാഗ് ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് എ ടൈം ഓഫ് അവേഴ്സ് ടു അക്വയർ ദി ഗ്രേസ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ കൃപ ആർജിക്കാൻ വിശ്വാസം, പ്രത്യാശ, സ്നേഹമെന്ന ദൈവിക പുണ്യങ്ങളാൽ. ഇനി ചില കേസ് ഉള്ളതുപോലെ നമുക്ക് പറയാം. ചില കേസ് നടക്കത്തില്ല. നടക്കരുതെന്ന് ആഗ്രഹിക്കുന്ന രണ്ട് മനുഷ്യരിൽ ഒരാളാണ് ഞാൻ, ഒരാൾ ദൈവമായിരിക്കും. എന്താ കാര്യം എന്നറിയാമോ? ചില കാര്യങ്ങൾ നമ്മൾ ഇനി ഉള്ളത് രഹസ്യം, ദൈവികമായ രഹസ്യം. ദൈവത്തിൻ്റെ എല്ലാ വിഷയങ്ങൾക്കും എന്താണ് ഒരു രഹസ്യമുണ്ടാവും, ഇല്ലേ? ഒരു രഹസ്യമുണ്ട്. ജീവിതത്തിൽ ചില കാര്യങ്ങൾ നടക്കത്തില്ല. എന്താ കാര്യം? ഇവർക്ക് നടന്നിട്ടില്ല, അയാളിനും നടന്നിട്ടില്ല. ഇവർ രണ്ടുപേരുമാണ് ദൈവസ്ഥാനത്ത് നിൽക്കുന്നത്. അവർ ഈ വയറും വീർപ്പിച്ച് നടന്നിട്ട് ഓരോ സന്ധ്യയ്ക്കും ഈ വീട്ടിൽ കയറ്റി കിടത്തുക, ഈ വീട്ടിൽ കിടത്തുക, എനിക്കൊന്ന് പ്രസവിക്കാനാണെന്ന് പറഞ്ഞു വിട്ടിട്ട് ഒരു വാതിലും അടച്ചില്ല, ഒരു വാതിലും തുറന്നില്ല. എൻ്റെ അർത്ഥം എന്താ? ക്രിസ്മസ് ഉണ്ടാകുന്നതിന് മുമ്പ് ചില വാതിലുകൾ അടഞ്ഞിരിക്കുമെന്ന്. കൈയിടിച്ച് കിടത്താണ് ചൊല്ലിയ യേശുസ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നടക്കരുത്. ഈശോയ്ക്കും നടന്നിട്ടില്ല. ആണിയെ തൂങ്ങി ഒരു ശരീരമായി കിടന്ന് പിടയുമ്പോൾ അവസാനം ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. എന്താണ് ആഗ്രഹം? തൂക്കിക്കൊല്ലാൻ വേണ്ടി പോണവനോടും ആരാച്ചാര് ചോദിക്കും, അവസാനം വല്ല ആഗ്രഹം ഉണ്ടാകുന്നു. അങ്ങനെ പോലും അവനോട് ചോദിച്ചില്ല. അവരിങ്ങോട്ട് പറഞ്ഞു, എനിക്കൊരാഗ്രഹമുണ്ട്, അപ്പനെ വന്ന് കാണണമെന്ന്. അപ്പം മേഘം വന്ന് മൂടി. അതൊഴിച്ച് ബാക്കിയൊന്നും ചോദിക്കാവുന്ന രീതിയിൽ പിന്നെ ഇരുളായിപ്പോയി ഭൂമി. വായിക്കണമല്ലേ ബൈബിളിൽ? ഭൂമി ഇരുണ്ടെന്ന് അപ്പനെ കാണിക്കത്തില്ലെന്ന് ഭൂമിയും പറഞ്ഞു, ആകാശവും അവനോട് പറഞ്ഞു. അവൻ്റെ അവസാനത്തെ ആഗ്രഹമായിരുന്നു അപ്പനെ വന്ന് കാണണമെന്ന്. ഞാൻ അപ്പന് വേണ്ടിയാണ് ഇതെല്ലാം ആയത്. ഈ ആണിയെ തൂങ്ങി ഒരു കുറേ ഇറച്ചിയായി തൂങ്ങിയതെല്ലാം അപ്പന് വേണ്ടിയാണ്. എനിക്ക് അവസാനം ഒരു ആഗ്രഹമേ ഉള്ളൂ, അപ്പനെ വന്ന് കാണണമെന്ന്. അപ്പം ഭൂമി ഇരുണ്ട്, അപ്പനെ കാണിക്കത്തില്ലെന്ന് പറഞ്ഞ്. ആകാശം ഇരുണ്ട്, അപ്പനെ കാണിക്കത്തില്ലെന്ന് പറഞ്ഞ്. പക്ഷെ അവൻ തോറ്റില്ല. അപ്പോൾ അവൻ പറഞ്ഞ്, മരിക്കണമെമ്പോൾ ഒന്നേ പറയാനുള്ളൂ, അപ്പന് വേണ്ടിയാണ് സമർപ്പിച്ചതെന്ന് പറയണമെന്ന്. ഭൂമിയോട് അവൻ പറഞ്ഞ് അപ്പന് വേണ്ടിയാണ് സമർപ്പിച്ചതെന്ന് പറഞ്ഞ്. ആകാശത്തോട് അവൻ പറഞ്ഞ് അപ്പന് വേണ്ടിയാണ് സമർപ്പിച്ചത്. ഫാദർ, ഐ കമാൻഡ് മൈ സ്പിരിറ്റ്, ഞാൻ എന്നെ തന്നെ സമർപ്പിക്കണമെന്ന്. അവനാണ് ഈശോ. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. ദൈവം നീയും ഞാനും വിശ്വാസിയാണെന്ന് ദൈവം അറിയണത് എങ്ങനെയാണ്? മനുഷ്യന്മാർ പറയും നീ വിശ്വാസിയാണെന്ന്. മനുഷ്യന്മാർ പറയും, നിങ്ങളും പറയും ജോസഫച്ചൻ നല്ല വിശ്വാസിയാണെന്ന്, ഇല്ലേ? പക്ഷെ ദൈവം പറഞ്ഞ എപ്പോഴാണ്? എന്തുമാത്രം നമുക്ക് സമർപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, അതനുസരിച്ചാണ് നീ വിശ്വാസിയാണോ അല്ലയോ എന്ന് ദൈവം പറയണത്. വിശ്വാസിയാണ് ദൈവ പൈതൽ. അപ്പോൾ നമുക്ക് ലഭിക്കാത്തതും കേൾക്കാത്ത പ്രാർത്ഥനയും ലഭിക്കാത്ത പ്രാർത്ഥന ഉത്തരവും അത് നമ്മളെ സമ്മർദ്ദത്തിലാക്കുന്ന സമർപ്പണം. കർത്താവിൻ്റെ സമർപ്പണത്തിലൂടെ കർത്താവ് സ്വപ്നം കണ്ടത് എന്താണ്? അപ്പനെ എനിക്ക് കാണാൻ പറ്റില്ലെങ്കിലും ഞാൻ വിശ്വസിച്ചുകൊണ്ട് സമർപ്പിക്കും, അപ്പൻ എന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്ന് ഞാൻ പ്രത്യാശിക്കുമെന്ന്. ഇതിനേക്കാൾ വലുത്, ഞാൻ അപ്പനോട് ആവശ്യപ്പെട്ടതിനേക്കാൾ വലുത് അപ്പനെനിക്ക് തരും എന്ന് ഞാൻ പ്രത്യാശിച്ചുകൊണ്ട് ഈശോ സമർപ്പിക്കും. സമർപ്പണം അനന്തമായ ഒരു ദൈവ പൈതലിൻ്റെ അനന്ത സാധ്യതയുടെ പേരാണ് സമർപ്പണം. ഏതെങ്കിലും പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയില്ലെങ്കിൽ അവിശ്വാസികൾ നിരാശപ്പെടുന്ന പോലെ ദൈവ പൈതലെ നീ നിരാശപ്പെടത്തില്ല, ഞാൻ നിരാശപ്പെടുത്തില്ല. കാര്യമെന്താണ്? നമ്മളെ ജയിപ്പിച്ചവൻ, ഐ അപ്ഹോൾഡ് യു ഇൻ മൈ വിക്ടോറിയസ് റൈറ്റ് ഹാൻഡ് എന്നല്ലേ പറഞ്ഞത്? ഞാൻ എൻ്റെ വിജയകരമായ വലത് കരത്തെ താങ്ങി നിർത്തും. ആ താങ്ങി നിർത്തുന്നവന് എങ്ങനെയാണ് താങ്ങി നിർത്തുന്നത്? ബൈ ഫെയ്ത്ത്, ബൈ ഹോപ്പ്. നമ്മൾ താങ്ങി നിർത്തുന്നത് എങ്ങനെയാണ്? വിശ്വാസം കൊണ്ട്, പ്രത്യാശ കൊണ്ട്, സർവോപരി സമർപ്പണം കൊണ്ട്. കൈ അടിച്ച് കർത്താവ് ഹല്ലേലൂയ. അവസാനം ദൈവത്തെ സമർപ്പണം ദൈവത്തെ എപ്പോഴും നമ്മുടെ കടക്കാരനാക്കി മാറ്റും. എല്ലാ കണക്കും അവസാനിക്കുമ്പോൾ ദൈവം നമ്മുടെ കടക്കാരനായിരിക്കണം.
അങ്ങനെയാണ് നമ്മൾ ആത്മാവിനെ പുണ്യപ്പെടുത്തുന്നത്. അമ്മയുടെ എല്ലാ കണക്കും അവസാനിപ്പിച്ചപ്പോൾ ദൈവം ഇങ്ങോട്ട് കൊടുക്കാനുണ്ടായുള്ളൂ. ഈശോൻ്റെ എല്ലാ കണക്കും അവസാനിപ്പിച്ചപ്പോൾ ദൈവം അങ്ങോട്ട് കൊടുക്കാനുണ്ടായിരുന്നുള്ളൂ. ഇത് വിശ്വാസത്തിൻ്റെ ജീവിതമാണ്. ഏതെങ്കിലും നിരാശ ഉണ്ടെങ്കിൽ, ഏതെങ്കിലും നിന്നെ മറ്റുള്ളവരെ കമ്പയർ ചെയ്യുമ്പോൾ നിനക്കെന്തോ ദൈവം നിന്നോട് അപരാധം ചെയ്തിട്ടുണ്ടെന്ന് തോന്നിയെങ്കിൽ ദൈവം ഇതിലെ ഇപ്പോഴും നീ അത് മനസ്സിൽ നിന്ന് മായ്ച്ച് കളയണം. അതെല്ലാം സമർപ്പിച്ച് കഴിയുമ്പോൾ ദൈവം അമ്മയോടുന്ന പോലെ ഈശോടുന്ന പോലെ എന്നോടും നിന്നോടും കടക്കാനായി നിൽക്കും. ദൈവമെല്ലാം കടന്നത് അതെല്ലാം തന്നു വിട്ടിരിക്കും. എന്താണ്? നമുക്ക് യേശുക്രിസ്തു നൽകിയവൻ അവനോടും കൂടി സമസ്തവും നമുക്ക് നൽകത്തില്ലേ? സമസ്തവും നൽകപ്പെടുന്നതാണ് സമ്പൂർണ്ണമായ ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. പ്രൈസ് ദി ലോർഡ്. സ്തുതിയുടെ ഹല്ലേലൂയ. ജാഗ്രതയാവുക. അൾത്താരയിൽ നിന്ന് വലിയ ദൈവിക ശക്തി സഞ്ചരിച്ച് നിങ്ങളിലേക്കും എത്തിച്ചേരുന്ന സമയമാണിത്. ഇപ്പോൾ നമ്മൾ കൈവെപ്പ് പ്രാർത്ഥനയാണ് നടത്തുന്നത്. കൃപാസനത്തിൽ കഴിഞ്ഞ ഈ വർഷം അമ്മ തന്ന ഏറ്റവും വലിയ നിധിയാണ് കൈവെപ്പ് പ്രാർത്ഥന. രോഗമുള്ളിടത്ത് കൈവച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന. അതുകൊണ്ട് ഇപ്പോൾ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഈ ശുശ്രൂഷ ദേശാന്തരങ്ങളിൽ പ്രാർത്ഥനാപൂർവ്വം കൂടിയിരിക്കുന്നവരും ജാഗ്രതയായിരിക്കുക. ഉദരരോഗികൾ ഉദരത്തെ കൈവെക്കേണ്ടതാണ്. നിങ്ങൾക്ക് ഉദരരോഗമില്ലെങ്കിലും ആരെയെങ്കിലും നിങ്ങൾക്കറിയാവുന്ന ഒരു രോഗം സുഖപ്പെടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഈശോനാമത്തിൽ നിങ്ങൾക്ക് ഉദരത്തെ കൈവെക്കാവുന്നതാണ്. ലൈവായി ശുശ്രൂഷ പങ്കെടുക്കുന്നവരെല്ലാം അതുപോലെ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. ശ്വാസകോശത്തിലും കൈവച്ച് പ്രാർത്ഥിക്കാൻ പോകുന്നു. ശ്വാസകോശ രോഗികൾ ശ്വാസകോശത്തിൽ യേശുനാമത്തിൽ കൈവെക്കേണ്ടതാണ്. കൈവെക്കുമ്പോൾ ഓർക്കണം, അമ്മയോട് പ്രാർത്ഥിക്കണം, അമ്മ ഈ കൈകളെക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ, അമ്മ ഈ കൈകൾ ഈശോൻ്റെ കൈകളെ മാറ്റാൻ വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ എന്ന് അമ്മയോട് പറയേണ്ടതാണ്. ശ്വാസകോശ രോഗികൾ, കരൾ രോഗികൾക്ക് കൈവെക്കാവുന്നതാണ്. നെഞ്ചിൻ്റെ പൂട്ടിന് കൈവെക്കാവുന്നതാണ്. ഹൃദയരോഗികൾക്ക് നെഞ്ചിൻ്റെ പൂട്ടിന് കൈവെക്കാവുന്നതാണ്. വലിയ ശ്വാസമുള്ള ആസ്മ രോഗികൾ നെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥിക്കുക. നമ്മൾ രണ്ടിടത്താണ് കൈകൾ വെച്ചിരിക്കുന്നത്. ഒന്ന് ഉദരത്തിൽ കൈവെക്കാൻ കാരണം എല്ലാ രക്തസ്രാവ രോഗങ്ങൾ, മെൻസ്ട്രുവേഷൻ്റെ താമസങ്ങൾ, വൈസ് ഡിസ്ചാർജ് രോഗങ്ങൾ, വെള്ളപ്പൊക്കത്തിൻ്റെ അസുഖമുള്ളവർ ഉദരത്തിൽ കൈവെക്കുക. സിസ്റ്റ് രോഗങ്ങൾ, ഗർഭാശയത്തിൽ സിസ്റ്റുള്ളവർ, മൂത്രാശയത്തിൽ സിസ്റ്റുള്ളവർ, മുഴയുള്ളവർ, മൂത്രാശയത്തിൽ കല്ലുള്ളവർ, കൾസർ രോഗികൾ, അർസസ് രോഗികൾ, പിസ്റ്റുല രോഗികൾ, PCD രോഗികൾ, പിഷ രോഗികൾ എല്ലാവരും ഉദരത്തിൽ കൈവെക്കട്ടെ. കുഞ്ഞുങ്ങളില്ലാത്തവർ ഉദരത്തിൽ കൈവെക്കട്ടെ. അതേസമയം തന്നെ കിഡ്നി രോഗികൾ ഉദരത്തിൽ തന്നെ കൈവെക്കട്ടെ. അതിശക്തമായി ശ്രദ്ധിക്കട്ടെ. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കട്ടെ. പരിശുദ്ധ അമ്മേ ദൈവമാതാവേ, പരിശുദ്ധ അമ്മേ ദൈവമാതാവേ, എല്ലാ മക്കൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. പരിശുദ്ധ അമ്മേ ദൈവമാതാവേ, ദിവ്യകൃപാനയിൽ മധ്യസ്ഥം വഹിക്കണമേ. ഈശോ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. ഈശോ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. മാരക രോഗങ്ങൾ, തീരാവേദനകൾ യേശുവിന്റെ നാമത്തിൽ. കുറേ രോഗ അവയവങ്ങളുണ്ട്. ആ അവയവങ്ങളെ ഇപ്പോഴും ഈശോ ഈ ആരാധനയെ പൂർണ്ണമായി കർത്താവ് സുഖപ്പെടുത്തുന്ന. ശ്രുതികട ഹല്ലേലൂയ. ശിരസ് വേദനയുള്ളവർ, കണ്ണിന് കാഴ്ചക്കുറവുള്ളവർ, തിമിരമുള്ളവർ, ചെവിക്ക് പഴുപ്പ് ചെവിയിൽ നിന്ന് പഴുപ്പ് വരുന്നവർ, തൈറോയ്ഡ് രോഗികൾ, ടോൺസൈറ്റ് രോഗികൾ, സ്പോണ്ടിലോസിസ് രോഗികൾ കഴുത്തിലും നെറ്റിയിലും കൈവച്ചുകൊണ്ട് അതിശക്തമായി ശ്രദ്ധിക്കട്ടെ. കർത്താവ് ഈശോ ഒന്നും സാധ്യമില്ലാത്തവന് ഈശോ എല്ലാം സാധ്യമാവനെ. ഈശോ കഴുത്തിലെ രോഗികൾ, തൈറോയ്ഡ് രോഗികൾ, ടോൺസൈറ്റ് രോഗികൾ യേശുവിൻ്റെ നാമത്തിൽ ശിരസിലുണ്ടാകുന്ന മുഴുവൻ രോഗങ്ങൾ, ശിരസിലെ ഞരമ്പുകളുടെ മരവിപ്പുകൾ, ബ്ലോക്കുകൾ, പ്രഷർ രോഗങ്ങൾ, ഷുഗർ രോഗങ്ങൾ, എപ്പിലെപ്സി രോഗങ്ങൾ കർത്താവെ ഇപ്പോൾ സ്പർശിക്കണമേ. അമ്മേ ഈ കൈകളെ യേശുവിൻ്റെ കൈകളാക്കി മാറ്റണമേ. ഫിക്സ് രോഗങ്ങൾ, അപസ്മാര രോഗങ്ങൾ, ഉറക്കമില്ലാത്ത അവസ്ഥകൾ, ഭ്രാന്തുകൾ, സൈക്കോസിസ് രോഗങ്ങൾ, ന്യൂറോസിസ് രോഗങ്ങൾ യേശുവിന്റെ നാമത്തിലെ സൗഖ്യമാകണമേ. പറയുക, കർത്താവേ, ഞാൻ കൈപിണച്ച്
എൻ്റെ മുഴുവൻ ശരീരത്തെയും ആന്തരിക അവയവങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഈ കൈകളെ അങ്ങയുടെ കൈകളായി രൂപാന്തരപ്പെടുത്തണമേ. അമ്മേ, പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഓൺലൈനിൽ ലൈവായി പ്രാർത്ഥിക്കുന്ന ആയിരങ്ങളെ ഇപ്പോൾ സ്പർശിക്കണമേ. യേശുക്രിസ്തു നാമത്തിലെ സമ്പൂർണ്ണമായി സൗഖ്യം പ്രാപിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ജീവിതത്തിൻ്റെ മണ്ഡലങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ശരീരത്തിലേക്ക് കർത്താവിൻ്റെ കൃപ ശക്തിയായി വന്ന് സൗഖ്യപ്പെടുത്തേണ്ട പ്രാർത്ഥനയാണ് കഴിഞ്ഞത്. ഇപ്പോൾ ജീവിത മണ്ഡലങ്ങളിലെ കർത്താവിൻ്റെ ശക്തി വന്ന് ബ്ലെസ്സിങ്സായി ഫിസിക്കൽ ഫേവേഴ്സ് അനുഗ്രഹങ്ങളാക്കി മാറ്റണ സമയമാണ്. അവിടെ വീട്, ജോലി, വിവാഹം, മക്കളില്ലാത്തവർ, ജോലി താമസിക്കുന്നവർ, വരുമാന മാർഗം നഷ്ടപ്പെട്ടവർ, രേഖകൾ സർട്ടിഫിക്കറ്റുകൾ നഷ്ടപ്പെട്ടവർ, പഠനത്തിൽ അരിയർ വന്നു പോയവർ, 2, 3, 10 പേപ്പർ വരെയൊക്കെ കിട്ടാനുള്ളവരില്ലേ, 18, 20 പേപ്പറും കിട്ടാനുള്ള ബിടെക്കുകാരുണ്ട്. അങ്ങനെ കിട്ടാനുള്ള പേപ്പറുകൾ ഘട്ടം ഘട്ടമായി എഴുതിയെടുക്കാനുള്ള ഇച്ഛാശക്തി അവർക്ക് ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു. പഠിക്കാത്ത കുഞ്ഞുങ്ങളെ, പഠിച്ചിട്ട് മനസ്സിലാകാത്തവരെ കുഞ്ഞുങ്ങളെ അമ്മമാതാ ഇപ്പോൾ അവരുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി ആരാധനയിൽ പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് ഈശോയ്ക്ക് സമർപ്പിക്കാവുന്നതാണ്. നിങ്ങളുടെ മക്കളില്ലാത്തവർ വീണ്ടും അച്ഛൻ്റെ വായിൽ വരികയാണ്. കാര്യം കഴിഞ്ഞ ദിവസം 3 കുഞ്ഞുങ്ങൾ വരെ 20 കൊല്ലത്തിന് ശേഷം ജനിച്ചിട്ടുണ്ട് ഒറ്റ പ്രസവത്തിൽ. അത്രയും മഹാകാര്യങ്ങൾ അമ്മ ചെയ്യുന്നുണ്ട്. അതൊന്നല്ല, ഒരു 4-5 സാക്ഷ്യങ്ങൾ ഒരേ മാസം അത്തരം കേട്ട് 2 കുഞ്ഞുങ്ങൾ ഒരുമിച്ച് ജനിക്കണത്, 3 കുഞ്ഞുങ്ങൾ ജനിക്കണത്. അപ്പോൾ അത് വലിയ ഒരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. അപമാതാവ് പ്രത്യക്ഷപ്പെട്ട ഇടത്ത് ജീവനോടെ കർത്താവ് എഴുന്നള്ളി നിൽക്കുമ്പോൾ നമ്മൾ ആരാധന നടത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. നിൻ്റെ ജോലി, നിൻ്റെ വീട്, നിൻ്റെ വിവാഹം, നിൻ്റെ യാത്ര, നിൻ്റെ സാമ്പത്തിക തകർച്ചകൾ, നിൻ്റെ വരുമാന മാർഗ്ഗം ഇല്ലാത്ത അവസ്ഥ, നിൻ്റെ ജപ്തി നടപടികൾ, കുടുംബത്തിൽ സമാധാനം ഇല്ലാത്തവർ, മദ്യപാനികൾ, പലതരത്തിലുള്ള അസ്വസ്ഥതകൾ, തെറ്റായ തെറ്റായ ബന്ധങ്ങൾ, കള്ളക്കേസുകൾ, പോലീസ് കേസുകൾ, കോടതി കേസുകൾ, ഭാഗ ഉടമ്പടി നടക്കാത്ത അവസ്ഥകൾ, വഴിയില്ലാത്ത അവസ്ഥകൾ, പലതരത്തിലുള്ള ഭൗതികമായ സാഹചര്യങ്ങളിൽ പരാധീനതകൾ യേശു ക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിൽ മാതാവിൻ്റെ മധ്യത്വത്തിൽ മാറിപ്പോകട്ടെ. പരമദിവ്യകാരുണ്യത്തിന് മക്കളെ, രഹസ്യ സങ്കടങ്ങൾ ഇപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ മനസ്സിൽ പറഞ്ഞതാണ്. രഹസ്യ സങ്കടങ്ങളുള്ളവരുണ്ടാകും. നമുക്കൊരിക്കലും ആരോടും പറയാൻ പറ്റാത്ത കാര്യങ്ങൾ, വീട്ടിൽ പോലും പറയാൻ പറ്റത്തില്ല, ദൈവത്തോട് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. ചിലപ്പോൾ കുരുക്കുകളാകാം, ചിലപ്പോൾ ഒരു വഴിപ്പിശകാകാം, ചിലപ്പോൾ അകപ്പെട്ടതാകാം. വാട്ടപ്പനബത്തിങ് രഹസ്യ സങ്കടങ്ങൾ നീ പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കുക. ഇപ്പോഴതിൻ്റെ സമയമാണ്. നിൻ്റെ രഹസ്യ ഭാരങ്ങൾ, അതിന് തെറ്റും ശരിയും എന്നതിനേക്കാൾ ഉപരി നിൻ്റെ ആത്മാവിനോ ശരീരത്തിനോ ഡാമേജ് ഉണ്ടാക്കാത്ത രീതിയിൽ കർത്താവ് അത് ക്രമീകരിക്കും. നിൻ്റെ അമ്മ അത് കർത്താവിനെ കൊണ്ട് ക്രമീകരിപ്പിക്കുക എന്നുള്ള ബോധ്യത്തിലാണ് നീ രഹസ്യ വിഷമതകളെ ഇപ്പോഴും സമർപ്പിക്കേണ്ടത്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഈ ശുശ്രൂഷ ലൈവായി പങ്കെടുക്കുന്ന ദേശാന്തരങ്ങളുള്ളവരും രഹസ്യ സങ്കടങ്ങളെ വിടുതനായി പരിശുദ്ധമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കുക. വീണ്ടും ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. ദേശാന്തരങ്ങളിൽ ലൈവായിട്ട് ഈ ശുശ്രൂഷയിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നവർ ഇപ്പോൾ ഡേറ്റുകൾ ഇട്ട് പ്രാർത്ഥിക്കേണ്ടതാണ്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഡേറ്റുകൾ, ഭാഗോടമ്പടി ഡേറ്റുകൾ, കല്യാണത്തിൻ്റെ ഡേറ്റുകൾ, മനസ്സമ്മതത്തിൻ്റെ ഡേറ്റുകൾ, സ്ഥലം വിൽപ്പന ഡേറ്റുകൾ, പരീക്ഷാ ഡേറ്റുകൾ, ഇൻ്റർവ്യൂ ഡേറ്റുകൾ, കോടതി കേസ് ഡേറ്റുകൾ, യാത്രാ ഡേറ്റുകൾ, തിരിച്ചു വരുന്ന ഡേറ്റുകൾ, നാട്ടിലേക്ക് വരുന്ന ഡേറ്റുകൾ, നാട്ടിൽ നിന്ന് പോകുന്ന ഡേറ്റുകൾ, പുരയ്ക്ക് ഫൗണ്ടർ സ്റ്റോൺ അടിസ്ഥാന ശിലപ്പാകുന്ന ഡേറ്റുകൾ, ഹൗസ് ബ്ലെസ്സിങ്ങിൻ്റെ ഡേറ്റുകൾ,
ഇങ്ങനെ നിൻ്റെ ജീവിതത്തെ ബാധിക്കുന്ന എല്ലാ ഡേറ്റുകളും ഇപ്പോൾ സമർപ്പിക്കാം. നിൻ്റെ ഓവുലേഷൻ ഡേറ്റുകൾ സമർപ്പിക്കാം. നിനക്കൊരു കുഞ്ഞ് ലഭിക്കാൻ വേണ്ടി ആ ഡേറ്റുകളെല്ലാം പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കുക. ഓവുലേഷൻ ഇല്ല എന്ന് വിചാരിച്ചോ, നിനക്ക് പീരീഡ്സ് പോലും കറക്റ്റല്ലെന്ന് വിചാരിച്ചോ, നീ ഒരു ഡേറ്റ് ഇടുക. സമയത്തിൻ്റെ മേൽ മധ്യശക്തിയുള്ള അമ്മ നിൻ്റെ അനുഗ്രഹത്തിൻ്റെ സമയം കുറിക്കും എന്നുള്ള ബോധ്യത്തോടെ നീ ഡേറ്റ് ഇടുക. നിനക്ക് ആ കുഞ്ഞിനെയും കൊണ്ടുവന്ന് ഇവിടെ സാക്ഷ്യം പറയാൻ അമ്മ അനുവദിക്കാം. ഈ ശുശ്രൂഷ കണക്ട് ചെയ്തിരിക്കുന്ന എല്ലാ മക്കളും ഇപ്പോൾ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കേണ്ടതാണ്. പണ്ടൊരു ആരാധന ഡേറ്റ് ഇട്ടാലും കുഴപ്പമില്ല, ഇപ്പോഴും നിനക്ക് ഡേറ്റ് സമർപ്പിക്കാവുന്നതാണ്. പ്രാർത്ഥിക്കുക. പരിശുദ്ധ അമ്മേ, ഞാൻ അമ്മ വഴി ഈശോയ്ക്ക് ഈ തീയതി സമർപ്പിക്കുന്ന ആ സമയത്തിൻ്റെ മേൽ മധ്യസ്ഥ അധികാരമുള്ള അമ്മേ, ആ സമയത്തിൽ ദൈവത്തിൻ്റെ ഇടപെടലുണ്ടാകണമേ. സ്തുതികട ഹല്ലേലൂയ. Lord Jesus Christ, pour out His Spirit, the fire of Inca, soak with the precious blood. Lord, increase His Spirit. Lord, increase His Spirit of power and grace. നിറച്ച വസ്തുക്കൾ എടുക്കുക. ബ്ലെസ്സിങ്സിൻ്റെ സമയമാണ്. നിറച്ച വസ്തുക്കൾ എടുക്കുക. അറിയിപ്പിൻ്റെ സമയമാണ്. ഉടമ്പടി 1ഉം 2ഉം പുതുക്കുന്നതിന് ഈസിയാണ്. പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ കാർഡ് കാണിച്ചാൽ മതിയാവും. ഉടമ്പടി 3ാമത്തെ പ്രാവശ്യം പുതുക്കണമെങ്കിൽ സാക്ഷ്യം എഴുതി കൊടുക്കേണ്ടതാണ്. എഴുതി കൊടുത്ത സാക്ഷ്യം ഓഫീസ് വെരിഫൈ ചെയ്തതിന് ശേഷം അത് സൈൻ ചെയ്ത് സീൽ ചെയ്ത് നിങ്ങളുടെ പൗസിൽ തന്നെ വെക്കേണ്ടതാണ്. 4ാം സാക്ഷ്യം പറയാൻ 4ാമത് പുതുക്കാൻ വേണ്ടി വരുമ്പോൾ 3ാമത്തെ സാക്ഷ്യം ചോദിക്കും അവർ. കാര്യം ദൈവാനുഭവം ഇല്ലാത്തവരെ ഉടമ്പടിയിൽ അടുത്ത സെഷനിലേക്ക് 3 കഴിഞ്ഞാൽ പിന്നെ പ്രൊമോട്ട് ചെയ്യത്തില്ല. കാര്യം ഇത് ഉടമ്പടി പക്കാ പ്രയറാണ്. 10,000 സാക്ഷ്യം പറയുന്ന പ്രാർത്ഥന നിങ്ങൾ കേട്ടതാണ്. അപ്പോൾ നിങ്ങളുടെ ഉപവാസം, നിങ്ങളുടെ ദാനധർമ്മം, നിങ്ങളുടെ ഉപയോഗപ്രവർത്തനങ്ങൾ അതെല്ലാം തെറ്റിക്കാതെ കൃത്യവും പിടിപ്പും മെനയോടും വിശുദ്ധിയോട് ജീവിക്കുമ്പോൾ നിങ്ങൾ 660 കാര്യങ്ങളുടെ മേൽ ദൈവ തീരുമാനം ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് വളരെ സീരിയസ് ആയിട്ട് തന്നെ എടുക്കണം ഈ വിഷയം. 4 മുതലാണ് അച്ഛൻ മെസ്സേജ് ചോദിക്കാവുന്നത്. നിങ്ങൾക്ക് എന്നോട് മെസ്സേജ് ചോദിക്കാം. കർത്താവ് തരികയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും തരും. ചാർട്ടി മെസ്സേജ്, ബിബ്ലിക്കൽ മെസ്സേജ്, വിഷൻ മെസ്സേജ് എന്നാ കർത്താവ് തരണത് അത് തരും. പക്ഷെ 4 പുതുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അൾത്താരുടെ താഴെയുള്ള സ്റ്റെപ്സിൽ സാക്ഷ്യം പറഞ്ഞാൽ മാത്രമേ നമുക്ക് 4ാമത്തത് പുതുക്കത്തുള്ളൂ. പറയുകയെന്ന് വെച്ചറിയാമല്ലോ, 10 മനുഷ്യരെ കേട്ടാൽ സത്യമാണെന്ന് തോന്നണം. അത് ഉടമ്പടിയുടെ തന്നെ ആയിരിക്കുകയും ചെയ്യണം. പിന്നെ ഭർത്താവിൻ്റെ മദ്യപാനം മാറിയതൊന്നും ഭാര്യ വന്ന് പറഞ്ഞ് അംഗീകരിക്കത്തില്ല. ഭർത്താവ് തന്നെ വന്ന് പറയണം. നമുക്കറിയത്തില്ലല്ലോ മാറിയില്ല എന്നുള്ളത്. ഈ ചേർത്ത് ഇത് പുതുക്കി കിട്ടാൻ വേണ്ടി വരെ നുണയം പറയണത് എങ്ങനെ അറിയാൻ പറ്റും? അപ്പം അങ്ങനെയുള്ള എല്ലാം കോൺക്രീറ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ ചെയ്യത്തുള്ളൂ. അതിവിടെ നിങ്ങൾ പറയണം. അപ്പോൾ ആ ഉടമ്പടി പുതുക്കി 5ാം സെഷനിലേക്ക് വിട്ടു. 5ാം സെഷനിൽ പുതുക്കുന്നത് ബ്ലൂ ആണ്. അതായത് നീല ഉടമ്പടി, അമ്മ മാതാവിൻ്റെ കളറുള്ള ആകാശ നീല ഉടമ്പടിയുണ്ട്. പണ്ട് കുറേ ആൾക്കാർക്ക് നീല ഉടമ്പടി കിട്ടിയിട്ടുണ്ട്. അതിനെല്ലാം 3 പ്രാവശ്യം പുതുക്കിയതിൻ്റെ വിലയേ ഉള്ളൂ. കാര്യം സാക്ഷ്യം പറയാത്തവരാ. അവരെത്തിരി ആ ബ്ലൂ കിട്ടിയിട്ടുള്ള ആൾക്കാരുടെ പ്രാർത്ഥന കറക്റ്റാണ്. പക്ഷേ അവർ അതിൻ്റെ മെസ്സേജിലിട്ട് പോകണമെന്നുണ്ടെങ്കിൽ അത് എത്രയും വേഗം നിങ്ങൾ സാക്ഷ്യം പറഞ്ഞെടുക്കണം. സാക്ഷ്യം പറയാൻ പാടാണ്. കാര്യം 60 സാക്ഷ്യം നമുക്ക് കിട്ടിയാൽ അതിൽ 20 എണ്ണമേ പറയിപ്പിക്കത്തുള്ളൂ. ബാക്കിയെല്ലാം താഴെ പറയിപ്പിക്കത്തുള്ളൂ. അപ്പോൾ ഇത് ലൈവിൽ പോണ കാരണം പരമാവധി ഒബ്ജക്റ്റീവായിരിക്കും, വസ്തുനിഷ്ഠമായിരിക്കണം. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ പറ്റുന്നവരെല്ലാം മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. കാര്യം രോഗത്തിന് മുമ്പുള്ള അവസ്ഥ, സൗഖ്യപ്പെട്ടതിന് മുമ്പുള്ള അവസ്ഥ, സൗഖ്യപ്പെട്ടതിന് ശേഷമുള്ള അവസ്ഥ നിങ്ങൾക്കറിയാമല്ലോ. ആ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കാണാൻ പറയാൻ പറ്റും. രോഗം സുഖപ്പെട്ടത് ദൈവിക ഇടപെടൽ കൊണ്ടാണെന്ന് ഒരു വൈദ്യശാസ്ത്രം എഴുതിത്തരികയില്ല. അങ്ങനെ എഴുതിത്തരികണേ പിന്നെ അത് അവർ പിന്നെ എന്നാ ഇതിലായിരിക്കണം ചോദിക്കുമോ. പക്ഷേ നിങ്ങൾക്ക് രോഗം സുഖപ്പെട്ടതായിട്ട് അവർക്കറിയാൻ പറ്റും. അതുകൊണ്ട് രോഗത്തിന് മുമ്പുള്ള
സൗഖ്യപ്പെടുന്നതിന് മുമ്പുള്ള അവസ്ഥയും ശേഷമുള്ള അവസ്ഥയും കേസ് ഹിസ്റ്ററിയിൽ നിന്ന് കിട്ടും. നമുക്ക് റിപ്പോർട്ട് കിട്ടിയാലും മതി. സർട്ടിഫിക്കറ്റിനേക്കാളും റിപ്പോർട്ടിങ്, മെഡിക്കൽ റിപ്പോർട്ടിങ് നടന്നാൽ മതി. കാര്യം അമ്മമാത പ്രത്യക്ഷപ്പെട്ടതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഉടമ്പടി വന്നിരിക്കുന്നത്. അതാണ് സമയച്ചുരുക്കം വന്നിരിക്കുന്നത്. സമയഘടികാരം നിശ്ചയിച്ച് നടത്തിയാണ് അമ്മ 2004 പ്രത്യക്ഷപ്പെട്ടത്. അപ്പം സമയത്തിൻ്റെ പൊരുൾ പഠിക്കാൻ ആണ് അത്ഭുതങ്ങളെ പ്രയോജനപ്പെടുത്തേണ്ടത്. അപ്പോൾ അതിന് വളരെ 100-ന് 110% സത്യമായ സാക്ഷ്യങ്ങളാണ് നമുക്ക് വേണ്ടത്. ഉടമ്പടി പുതുക്കുന്നതിൻ്റെ കാര്യമാണ് ഇപ്പോൾ. ബുധൻ, വ്യാഴം, വെള്ളി, ശനി, ഞായർ എല്ലാ ദിവസവും ഉടമ്പടി എടുക്കാം, പുതുക്കാം. പിന്നെ ഇവിടെ കുറച്ച് പേര് സങ്കടപ്പെട്ടു, അച്ഛാ പ്രാർത്ഥനാ ദിവസം തന്നെ ഉടമ്പടി പുതുക്കാൻ പറ്റാത്തത് കാരണം ഞങ്ങൾ കർഷകരാണ്, ഞങ്ങൾ കടം മേടിച്ചൊക്കെയാണ് ഇവിടം വരെ ആലപ്പുഴ വരെ എത്തണത്. അതുകൊണ്ട് ആ ദിവസം തന്നെ പുതുക്കി കിട്ടിയില്ലെങ്കിൽ പിന്നെ വീണ്ടും ഞങ്ങൾ വരേണ്ടി വരും. ഇപ്പോൾ ഞങ്ങൾക്ക് സ്റ്റാഫ് കുറവാണ്. കാര്യം ഇത് തന്നെ ഇപ്പോൾ 120 സ്റ്റാഫ് ഒഴിച്ചാണ് ഇത് റൺ ചെയ്യണത്. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റാഫാകാൻ താല്പര്യമുള്ളവർക്ക് നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത വെച്ച് ഓഫീസിൽ അപേക്ഷിക്കാവുന്നതാണ്. മരിയൻ കൃപാഭിഷേക ധ്യാനം കഴിഞ്ഞ് പങ്കെടുത്ത് അതിൻ്റെ ട്രെയിനിങ് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടുത്തെ സ്റ്റാഫുകൾ ആരെങ്കിലുമൊക്കെ ഇടയ്ക്ക് പിരിഞ്ഞു പോകണമെങ്കിൽ നിങ്ങൾക്ക് കർത്താവിനെ ശുശ്രൂഷിക്കാൻ അവസരം തരുന്നതായിരിക്കും. അതെല്ലാം ഓഫീസുമായി നിങ്ങൾ ബന്ധപ്പെടേണ്ടതാണ്. അപ്പം കൂടുതൽ സ്റ്റാഫിനെ വെച്ചുകൊണ്ട് ഞങ്ങൾ ഇന്നിപ്പോൾ ക്രിസ്മസാണ്, ഇന്നിപ്പോൾ സ്റ്റോപ്പ് ആശീർവാദം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിലേക്ക് പോകാം. ആരെയും കാണുന്നതല്ല, നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. കാര്യം ഇനി ടൈമില്ലല്ലോ, എനിക്കും എൻ്റെ പള്ളിയിൽ പോകണം. അവിടെ ഞാൻ ചെന്നിട്ട് വേണം അവിടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ. നിങ്ങൾക്കും അതുപോലെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആശീർവാദം കിട്ടിയിട്ട് സന്തോഷത്തോടെ ഇവിടെ പിരിയുകയാണ്. പത്രം മേടിക്കാനുള്ളവരൊക്കെ പത്രം വാങ്ങിക്കണം, പുസ്തകം വാങ്ങിക്കാനുള്ളവർ പുസ്തകം വാങ്ങിക്കണം. പുസ്തകം വാങ്ങിച്ചാൽ അതിൻ്റെ കൂപ്പൺ കിട്ടും. പത്രത്തിന് പകരം ഉടമ്പടി പുസ്തകമുണ്ട്, അത് വാങ്ങിച്ചാലും അതിൻ്റെ കൂപ്പൺ കിട്ടും. അതിൻ്റെ ഓഫീസിൽ നിന്ന് ചോദിച്ചാൽ മതി. അത് പക്ഷേ 4 പുതുക്കിയവർക്ക് മാത്രമേ പുസ്തകം കൊടുക്കത്തുള്ളൂ. പുസ്തകം കൊടുക്കുകയാണല്ല, എല്ലാവർക്കും പുസ്തകം കൊടുക്കും. പക്ഷേ കൂപ്പൺ ബേസ്, പത്രത്തിന് പകരം പുസ്തകം മേടിക്കാൻ പറ്റണത് 4 പുതുക്കിയവർക്കാണ്. സമാപന ആശീർവാദമാണ്. സന്തോഷമായിരിക്കണം. കർത്താവ് നിങ്ങളുടെ കൂടെ. നോക്കിക്കോ, നിങ്ങൾ അടയാളം കൊണ്ട് തിരിച്ചു വരുമോ. നേർച്ച വസ്തു ഉയർത്തിപ്പിടിക്കുക. സ്വർണ്ണമൊക്കെ സൂക്ഷിക്കണമേ, കള്ളന്മാരുണ്ട്. വിശ്വാസ പ്രമാണം ചെല്ലട്ടെ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, for out his spirit, a firing cast sock with the precious blood. I cast disease and would cast it from you. By God the Father Almighty, who made a covenant earthness in the contain, let the devices, power, device regions, Satan's attacks and machinations be dispelled unto and far from you. Let me bless him, bring health and body and mind, peace and harmony with family, and the Lord of the Catholic Church, the power of Jesus Christ, with the meditation of the Holy Priesthood, bless the Holy Relics. റോഡിലേക്ക് ചാടിക്കയറരുത്. ഭയങ്കര അപകടം നടക്കുന്ന റോഡാണ്, ശ്രദ്ധിക്കണം. സമാപന ആശീർവാദത്തിൻ്റെ സമയത്തും ദിവ്യകുർബാന ആശീർവാദ സമയത്ത് നിറച്ച പുസ്തകങ്ങൾ ഉയർത്തിപ്പിടിക്കാവുന്നതാണ്. അടുത്ത പ്രാർത്ഥന അടുത്ത തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും, ഈ മാസം 5 ചൊവ്വാഴ്ചയും 5 തിങ്കളാഴ്ചയും ഉണ്ട്. അപ്പോൾ 30 ഉണ്ട്, 31 ഉണ്ട്. അപ്പോൾ അടുത്ത തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും ഇതുപോലെ ഉടമ്പടി ദിവ്യകാരുണ്യ മരിയൻ ധ്യാനം ഉണ്ടായിരിക്കുന്നതാണ്. ഇന്നൊഴിച്ച് ബാക്കി എല്ലാ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും പ്രാർത്ഥനയോട് ഒപ്പം തന്നെ പുതിയ ഉടമ്പടി എടുക്കാനും പുതിയ ഉടമ്പടി പുതുക്കി കൊടുക്കാനും ഓഫീസിൽ അവസരമുണ്ടാകും. പക്ഷേ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, എല്ലാം ചെയ്യണത് 4 മണി കഴിഞ്ഞേ ചെയ്യത്തുള്ളൂ. ഭയങ്കര തിരക്ക്, ആൾക്കാർ ക്ലാസ്സുകൾ കേൾക്കാതെയാണ് പലരും ഉടമ്പടി പുതുക്കുന്നത്. കാരണം അങ്ങനെ ക്ലാസ് കേൾക്കാത്തവർക്ക് അനുഭവം കുറവാണ്. അതുകൊണ്ട് ഞങ്ങൾ ചെയ്യും. അടുത്ത തിങ്കളാഴ്ച മുതൽ ഞങ്ങൾ ചെയ്യും. ഞങ്ങൾക്കറിയാമല്ലോ, നാളെയും ഇവിടെ ഉടമ്പടി ഉണ്ടാവും. നാളെയല്ല, 25-ാം തീയതി ക്രിസ്മസിനുണ്ടാവത്തില്ല. ക്രിസ്മസ് ദിവസം നാളെ ഒരു ശുശ്രൂഷ ഇവിടെ ഉണ്ടാകത്തില്ല. പക്ഷേ 26-ാം തീയതി മുതൽ വീണ്ടും പകല് ഉടമ്പടി എടുക്കാനും പുതുക്കാനും അവസരം ഉണ്ടായിരിക്കുന്നതാണ്.
നേർച്ച വസ്തു ഉയർത്തിപ്പിടിക്കുക. ഈശോ നമ്മളെ ആശീർവദിക്കുവാൻ പോവുകയാണ് പ്രിയമുള്ളവരെ. വലിയ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കട്ടെ പ്രിയമുള്ളവരെ. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ വിശ്വസിക്കുമ്പോൾ നിറവേറുമെന്ന് വിശ്വസിച്ച പരിശുദ്ധ അമ്മയെ പോലെ ഉടമ്പടി ചെയ്ത് പ്രാർത്ഥിക്കുന്ന എല്ലാ കാര്യങ്ങളും കർത്താവ് നിങ്ങളെ ആശീർവദിക്കുന്നു. ഈശോയെ എന്ന് വിളിച്ച് സ്തുതിക്കട്ടെ. ഈശോയെ, 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 ഈശോയെ വലിയ വിശ്വാസത്തോടെ ഞങ്ങൾ സ്തുതിക്കുന്നു കർത്താവേ. ഉടമ്പടി ചെയ്ത മുഴുവൻ മക്കളെ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. സകല രോഗികളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു കർത്താവേ. അവിടുത്തെ അനുഗ്രഹത്തെ ഓർത്ത് നന്ദി പറയുന്നു കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോ നിങ്ങളെ ആശീർവദിക്കുകയാണ്. ഈശോ നിങ്ങളെ ആശീർവദിക്കുകയാണ്. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കുകയാണ്. ഈശോയെ വിളിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ